എന്താ രണ്ടാളും കൂടി ഇങ്ങനെ നിക്കണ്? എന്നെയും കാത്തിരിക്കാണ്. എന്താ വേറെ മാർഗം ഇല്ലായിട്ടാ മക്കളെ. വീടും പറമ്പും വിൽക്കാൻ വെച്ചിക്കണ്. കടക്കാരോട് ഈ ഞവലി പറയാൻ ബാപ്പാക്ക് വയ്യ. നിങ്ങൾ അളിയന്മാര് ബാക്കി കൊടുക്കാനുള്ള പണ്ടം ചോദിച്ച് പെങ്ങന്മാരെ ഇണങ്ങാറാക്കാൻ തുടങ്ങിക്കണ്. അതൊക്കെ കോരിപ്പണി എടുത്ത് വീട്ടാൻ കഴിയുന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? രാവിലെ പോയി പെട്ടിപ്പെട്ടിയും തുറന്നിരിക്കാന്നല്ലാതെ എനിക്ക് എന്താ കിട്ടണത്? സുബൈറിനാണെങ്കിൽ ദിവസം മുഴുവൻ ഓട്ടോറിക്ഷ ഓടിച്ച് കിട്ടണത് അവൻ്റെ ചങ്ങായിമാരെ സൽക്കരിക്കാൻ തന്നെ തികണില്ല. എപ്പോഴേയും 10 ഉറുപ്പ്യേൻ്റെ മീൻ വാങ്ങി കൊണ്ടുപോയാൽ ഒക്കെ ആയി എന്നാ അവൻ്റെ വിചാരം. ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ മക്കൾ പറയും. തടിക്കാക്കണ്ടെങ്കിൽ മരിക്കണത് വരെ തലയിലേറ്റി നിങ്ങൾക്ക് ഞാൻ തിന്നാൻ തരൂ. പക്ഷെ 1.5 ലക്ഷത്തോളം വരുന്ന കടമ്പ് കിട്ടാൻ ഞാൻ എന്താ ചെയ്യുക? ഷാഹിനാനെയും കൂടി കെട്ടിച്ചു വിടണ്ടേ? നാനൂറ് 500 റിയാൽ ശമ്പളമുള്ള വിസക്ക് പോയിട്ട് കാര്യമല്ല. അനക്കൊരു കരയേറ്റം വേണമെങ്കിൽ 1500 റിയാൽ ശമ്പളം എന്തെങ്കിലും വേണം. അതിന് എനിക്കിപ്പോൾ എന്ത് പണിയാരിയാ? ഗൾഫിൽ ഓട്ടോറിക്ഷ അല്ലല്ലോ. എന്ത് പണിയാലും വേണ്ടില്ല, നാട്ടിൽ നിൽക്കാൻ ഏതായാലും കഴിയില്ല. നിങ്ങൾ വിചാരിച്ച ഒരു വിസ ശരിയായി തരാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം. എനിക്ക് ഫ്രീ വിസക്ക് പോകാൻ പറ്റുമോ? അവിടെ ചെന്ന് നല്ല ജോലി കണ്ടുപിടിക്കാം. നല്ല ശമ്പളം കിട്ടണ ജോലിക്ക് പോയാൽ മതിയല്ലോ. മാറണമെന്നുണ്ടെങ്കിലോ അതിനും പ്രശ്നമില്ല. എന്തിയേം? അല്ല, ഫ്രീ വിസക്ക് പോയാൽ ജോലി കിട്ടുന്നവർ എന്താ ചെയ്യുക? ആ കാര്യത്തിൽ ബേജാറാകണ്ട. ഗൾഫിൽ എവിടെ ചെന്നാലും നമ്മളെ നാട്ടുകാർ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളവിടെ ചെന്ന് ഇറങ്ങിയാൽ മതി. പിന്നെ താമസം, ജോലി, ഭക്ഷണം എല്ലാം ഓര് നോക്കും. താല്പര്യം ഉണ്ടെങ്കിൽ പറയും. അബുദാബിക്ക് ഒരു ഫ്രീ വിസ കിട്ടാണ്ട് 1.25 കൊടുക്കേണ്ടി വരും. 1.25 ലക്ഷോ? അത്ര വലിയൊരു സംഖ്യ എങ്ങനെ ഉണ്ടാക്കുക? അതിൽ കൂടുതൽ കൊടുത്തു പോകാനും ആളുണ്ട്. എന്നാ പിന്നെ വേറെ വിസ വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം. എന്തിയേം? അല്ലെങ്കിൽ വേണ്ട, ഒരു 1.15 തരുമോ? എൻ്റെ കമ്മീഷൻ വേണ്ട, എൻ്റെ നസീബ് തെളിയട്ടെ. എന്തിയേം? ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. ആലോചിച്ചെന്നാ വിസ ആൺകുട്ടികൾ കൊണ്ടുപോകും. എൻ്റെ കയ്യിലുള്ള സാധനമാണെങ്കിൽ എനിക്ക് ഉറപ്പ് പറയാം. ഇത് ട്രാവൽസിലുള്ള വിസയാണ്. എന്നാൽ പിന്നെ അതിൽ ഉറപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ നാളെ KP ട്രാവൽസിൽ വാ. മെഡിക്കൽ പെട്ടെന്ന് ചെയ്യാം. ഒരു 10-25 ഉറുപ്പ്യ അഡ്വാൻസ് കൊടുക്കേണ്ടി വരും. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ഹലോ, മൈദീനാണ്. അബുദാബിക്കുള്ള ഫ്രീ വിസ എനിക്ക് വേണം. നമ്മളിരുത്ത ആളുണ്ട്. 1 ലക്ഷം ഞാൻ മേടിച്ചുതരാം. ആ ആയിക്കോട്ടെ. ഞാൻ നാളെ പാർട്ടിനും കൊണ്ട് അങ്ങോട്ട് ട്രാവൽസിക്ക് വരാം. എന്ത് ചെയ്യാം? കാര്യങ്ങളൊക്കെ നീ ബാപ്പയോടൊന്ന് സംസാരിക്കണം. കുറച്ചു കാലം എവിടെയെങ്കിലും വാടക താമസിക്കുക. എനിക്കൊരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഷാഹിനെ കെട്ടിക്കലും വീടുണ്ടാക്കലും ഒന്നും ഒരു പ്രശ്നമില്ല. ഇത്ര വലിയ സംഖ്യ കൊടുത്ത് പോണോ? അധികം ചിന്തിച്ച് കുത്തിയിരുന്ന ഒന്നും നടക്കില്ല. എല്ലാവരെയും ഒന്ന് രക്ഷപ്പെടുത്തണം. ഇപ്പം അത് മാത്രമാണ് എൻ്റെ ചിന്ത. ഏതായാലും ഞാൻ രാത്രി വാപ്പനോടൊന്ന് സംസാരിക്കട്ടെ. 2 മാസം കൂടി കഴിഞ്ഞാൽ പണം മുഴുവൻ തരും എന്നാ പറഞ്ഞത്. അന്ന് എന്നെ രജിസ്റ്ററായി കൊടുക്കുകയും വേണം. തൽക്കാലം എവിടെയും വാടകയ്ക്ക് കൂടാ. അതെൻ്റെ മനസ്സിലുണ്ടാവണം. അതാലോചിച്ച് ഉപ്പ വിഷമിക്കണ്ട. അതിനൊക്കെ ഒരു വഴി ഞാൻ കാണും. ആ, ഒക്കെ പഠിച്ചോ ഹയറാക്കട്ടെ. റംലയും സൂറിയൊക്കെ ഒന്ന് വരുമ്മ. പിന്നെ ഓല് വരാണ്ടക്ക? മറ്റന്നാൾ സുബൈർ പോകുമ്പോ ഓല് വരാണ്ടക്കണ എങ്ങനെ? പിന്നെ എൻ്റെ അളിയന്മാര് ഹുസൈനും ബീരാനൊക്കെ അല്ലേ, ഓല് ഇങ്ങോട്ട് വരാനൊരു കാരണം കാത്തിക്ക.
എന്താ എല്ലാവരും തമാശ പറഞ്ഞിരിക്കുന്നേ? ഒന്നുമില്ല എൻ്റെ കുട്ടിയെ, എൻ്റെ അളിയന്മാരെ വർത്താനം പറഞ്ഞ് കുത്തിരിക്കുക. നിങ്ങൾക്കൊക്കെ എന്താ ആവശ്യമുണ്ടെങ്കിൽ എഴുതാനും അറിയിക്കാനൊന്നും മടിക്കരുത്. വിഷമൊന്നുമില്ലാതെ അവിടെ എത്താനും നല്ലൊരു പണി കിട്ടാനും എൻ്റെ തേട്ടം. എല്ലാവരും അതിന് തേടിക്കോളി. ഇവിടുത്തെ കാര്യം ഒന്നും ആലോചിച്ച് ഈ വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഷമീമേ, പഠനത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെ കുടുംബത്തിൽ പഠിപ്പുള്ള ഒരാളെങ്കിലും ഉണ്ടാവട്ടെ. ഞങ്ങളെപ്പോലെ ഉഴപ്പാൻ നിൽക്കരുത്. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു തരും. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച സ്വപ്നം കാണുന്നവരറിയാൻ. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച സ്വപ്നം കാണുന്നവരറിയാൻ. അക്കരയായാലും ഇക്കരയായാലും ഭാഗ്യം വേണം കര കയറാൻ. താണ്ടി കരയേറിയ പൂർവികർ ഒരു മേഖല കണ്ടെത്തിയ ഭാഗ്യവാന്മാർ. ഒരു തുപ്പി കടലലകൾക്കിരയായി മരണം വാങ്ങി കര കണ്ടില്ലവരിൽ നിർഭാഗ്യവാന്മാർ. ഉരുവേറി കടൽ താണ്ടി കരയേറിയ പൂർവികർ ഒരു മേഖല കണ്ടെത്തിയ ഭാഗ്യവാന്മാർ. ഒരു തുപ്പി കടലലകൾക്കിരയായി മരണം വാങ്ങി കര കണ്ടില്ലവരിൽ നിർഭാഗ്യവാന്മാർ. പണിയില്ലാത്തോരുടെ പറുദീസയായുള്ള മറുനാട്ടുവാതിൽക്കൽ കാണാം. നിലവിളിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ ഉരുകുന്ന ജന്മങ്ങളേറെ. പണിയില്ലാത്തോരുടെ പറുദീസയായുള്ള മറുനാട്ടുവാതിൽക്കൽ കാണാം. നിലവിളിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ ഉരുകുന്ന ജന്മങ്ങളേറെ. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച സ്വപ്നം കാണുന്നവരറിയാൻ.
ശ്രേണികൾക്കുയരത്തിലെത്തി. മിന്നുന്നത് മുഴുവൻ പൊന്നല്ലെന്നറിവ്, വൈകിയെത്തുന്ന വിവേകം. 1 10 100 മോഹം, അവസാനിക്കാത്തൊരു ലോകം. 1 10 100 മോഹം, അവസാനിക്കാത്തൊരു ലോകം. അവസാനിക്കാത്തൊരു ലോകം. അവസാനിക്കാത്തൊരു ലോകം. അവസാനിക്കാത്തൊരു ലോകം. അവസാനിക്കാത്തൊരു ഇതാ സഫിയാത്തൻ്റെയും കുട്ടികളെയും കത്തുകളാ. ഇതാ കുറച്ച് അച്ചാറും തന്നിട്ടുണ്ട്. ഇതിലിപ്പോ ആരുടെ കഥ ആദ്യം വായിക്കേണ്ടത് കൺഫ്യൂഷനായി. എൻ്റെ മനസ്സ് നിറയുന്നൊരു സമയമാണ് ഇപ്പോൾ സുബേരെ. ഇത് കണ്ടോ, ഇതെൻ്റെ ഇളയ മോളുടെ കഥ. എഴുത്തും വായനയൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കൂടെ ഒരു കവലിട്ട് അയച്ചാൽ മതി. പക്ഷേ ഒരാൾ എഴുതിയത് വേറൊരാൾ വായിക്കുന്നൊരു പേടി, സംശയം. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഓരോ കവലിട്ട് അയക്കുക. നിനക്കറിയോ, എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ചിലവുള്ള സാധനം ഈ എരമേൽ കവറാ. കഴിഞ്ഞ കത്തിൽ എഴുതിയ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഈ കത്തിലുണ്ടാവുക. ഛേ, ഞാനെന്ത് മണ്ടനാ, നിനക്കറിയാത്ത കാര്യം പോലെയാ. സന്തോഷം കൊണ്ടാ. ഇവിടെ ഇരുന്ന് വായിച്ചാൽ ശരിയാവില്ല, ഒറ്റയ്ക്കിരുന്ന് വായിക്കണം. ഒരു കാര്യം ചെയ്യ്, തൽക്കാലം നീ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവും. പിന്നെ കൂടുതലൊക്കെ എൻ്റെ റൂമിൽ ചെന്നിട്ടാവാ. ഞാൻ രാത്രി വരാം. എന്തെങ്കിലും ഒരു ഏർപ്പാടാകുന്നത് വരെ എൻ്റെ റൂമിൽ തങ്ങാനല്ലേ. ഇന്ന് പറ്റില്ല. അത് ശരിയാക്കാം. ഞാൻ നാളെ വിളിക്കാം. ഓക്കെ, ശരി ശരി. നിങ്ങളുണ്ടായിരുന്നോ? അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. എന്നിട്ട് സുബൈറെ ഉഷാറല്ലേ? നീ ഇപ്പൊ വന്ന ഏതായാലും നന്നായി. സുബൈറിനൊരു കൂട്ടായല്ലോ. ഒരു കാര്യം ഉണ്ടെന്നും പീടികയിൽ കാതറ് മാത്രമേ ഉള്ളൂ, പോയേ പറ്റൂ. ഇതവിടെ ഇരുന്നോട്ടെ, ബാഗിൽ ഇതെന്തൊരു പൊതി? അത് അച്ചാറ് നാട്ടിൽ നിന്ന് കൊടുത്തയച്ചാ. നാട്ടുകാരെ വിചാരം നമ്മളിവിടെ അച്ചാറില്ലാതെ കഷ്ടപ്പെടുകയാണെന്ന്. നിനക്കിപ്പോഴേ അങ്ങനെയൊക്കെ തോന്നും. ഈ ഇത് ബാഗിൽ വെച്ചോ, നമുക്ക് പോകുമ്പോൾ കൊണ്ടുപോകും. അത് ഇവിടെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. വാ ഇരിക്കു സുബൈറെ. എന്തൊക്കെയാണ് നാട്ടിലെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖാണ്. യാത്രയൊക്കെ സുഖമായിരുന്നോ? സുഖമായിരുന്നു. എയർപോർട്ടിൽ നിന്നെ കൂട്ടാൻ ആളെ വിട്ടത് ഞാനാ. ഞാൻ അല്പം തിരക്കിലായി. വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ? ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? ഇല്ല. വല്ലതും കഴിച്ചോ? യൂസഫ്ക്ക് മറന്നുപോയതാ. അല്ലെങ്കിൽ നിനക്കുള്ള ഭക്ഷണം കൂടി റെഡിയാക്കിയിട്ടേ മൂപ്പര് പോകൂ. അതുകൊണ്ട് കുഴപ്പമില്ല. ഗൾഫിലെ ആദ്യത്തെ ഭക്ഷണം എൻ്റെ കൂടെ ആവട്ടെ. എന്താ? കിടന്നോ കിടന്നോ. വാ, നമുക്ക് കിച്ചണിലൊക്കെ ഒന്ന് പോയി റെഡിയാക്കി വരാം. ഹസീനാന്റെ കത്തുണ്ട്. ഓളെ കത്ത് വായിക്കണമെന്നില്ല. അതിലെന്താ എഴുതിയെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ജീവിതത്തിൽ വലിയ അബദ്ധം ഒന്നേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് ഹസീനാനെ കെട്ടിയെന്നുള്ളതാണ്. ഓളെ ബാപ്പ ഓഫർ ചെയ്ത വിസയിലേ ഞാൻ മയങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ കല്യാണം നടത്തി. അതിൻ്റെ ഫലം ഇന്നും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അവളും അവളുടെ ബാപ്പയും ഒരു രേഖ വരച്ചിട്ടുണ്ട് എൻ്റെ മുമ്പിൽ. അതിലൂടെ ഞാൻ സഞ്ചരിക്കണം. പിന്നെ ഒരു 100 പെരുമാറ്റച്ചട്ടങ്ങൾ വേറെയും. വേഗം വാ, ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഏതാ ഈ പുതിയ അവതാരം? നാട്ടുകാരനാ. എന്താ പേര്? സുബൈർ. ഏത് കമ്പനിയിലേക്കാ? ഫ്രീ വിസ ആണ്, ജോലി കണ്ടുപിടിക്കണം. ആഹാ, ഇയാൾക്കൊരു കൂട്ടായല്ലോ. നിങ്ങളെ പേരെന്താ? മുഹമ്മദ് അലി. മോമാലി എന്ന് പറഞ്ഞാൽ ആരും അറിയില്ല. കുഞ്ഞിപ്പാന്ന് പറയണം. കോട്ടക്കൽ കുഞ്ഞിപ്പ. കോട്ടക്കല വീട്? ആട്ടാ, നിനക്ക് എന്ത് ജോലി അറിയാ? ഡ്രൈവിംഗ് അറിയാം. ഏതുവരെ പഠിച്ചിട്ടുണ്ട്? പ്രീ ഡിഗ്രി. കൊള്ളാം. പ്രീ ഡിഗ്രി ലൈസൻസും ഒക്കെ ഉള്ള ആളുകൾക്ക് ഇവിടെ ഒരുപാട് പോസ്റ്റുകൾ ഇങ്ങനെ ഒഴിഞ്ഞു കിടപ്പുണ്ട്. ആട്ടെ, വിസക്ക് എത്ര കൊടുത്തു? 1.15. 1,15,000. ടിക്കറ്റ് ഉൾപ്പെടെയാണ്. ആണോ? എന്നാ ഭയങ്കര ലാഭം. നിനക്കൊന്നും വേറെ പണിയില്ല. ജോലി അന്വേഷിക്കാൻ പറ്റിയ യോഗ്യത പോലും. ട്രാവൽ ഏജൻസി പറയുന്ന പൈസയും കൊടുത്ത് പറന്നിങ്ങോട്ട് വന്ന അവിടെ പൊന്നു വരാന്നാ വിചാരം. നാട്ടിൽ കൈക്കോട്ട് പണിക്ക് പോയാൽ ദിവസം 150 റുപ്യ കൂലി കിട്ടും. 2 നേരം ഭക്ഷണം. നീ നോക്കണ്ട, നിന്റെ നോട്ടത്തിന്റെ അർത്ഥം എനിക്കറിയാം. എനിക്കും കൂടി ഈ പണി ചെയ്യാൻ പറ്റില്ലായിരുന്നോ എന്നല്ലേ നിന്റെ ചിന്തയിൽ? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. എന്തിനാടാ പാവത്തിന് വെറുതെ ടെൻഷൻ ആക്കണത്? ഇപ്പൊ വന്ന് കേറിയിട്ടല്ലേ ഉള്ളൂ.
കിടക്ക. എവിടെ കത്ത്? ഈ കത്ത് വേണ്ടിയിരുന്നില്ല. ഇതോടെ കിടക്കട്ടെ. അനുജൻ്റെ കത്തുണ്ട്, ഇത് വായിക്കാം ആദ്യം. ചിന്തയിലാണല്ലേ? എന്താ, നാട്ടിലേക്ക് തിരിച്ചു പോകണോ? സാരമില്ല, കുറച്ച് ദിവസം കൊണ്ട് എല്ലാം ശരിയാവും. സ്വയം മനസ്സിനെ നിയന്ത്രിക്കുക. ഞാൻ ഏതായാലും ഒന്ന് പോവുകയാണ്. ഞാനിനി മടങ്ങുന്നത് പാതിരാത്രി കഴിഞ്ഞിട്ടായിരിക്കും. ഈ റൂമിൽ ഇനി നീ കാണാത്ത 5-6 പേര് കൂടി വരാനുണ്ട്. അല്ലെങ്കിൽ നിനക്കിവിടെ തങ്ങായിരുന്നു. രാത്രി യൂസഫ്ക്ക വരും. തൽക്കാലം നീ യൂസഫ്ക്കയുടെ കൂടെ തങ്ങ്. ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് വരാം കേട്ടോ. ജോലിക്ക് ഞാൻ ശ്രമിക്കാം. എന്നാൽ ശരി, ഞാൻ വരാം. ഭക്ഷണം കഴിച്ചോ? ഇന്ന് ജോലിക്കൊന്നും പോകുന്നില്ലേ? എന്തേ ജോലി? ഈ വിസ കണ്ടുപിടിച്ചാൽ ഞെക്കി കൊല്ലണം. ഇതാണ് കിളിച്ചൂണ്ടാൻ പറ്റില്ല. പണ്ട് കാലത്ത് പെർമാണിമാര് മാത്രം തിന്നീനെ പറ്റില്ല അത്. അതുകൊണ്ട് ഇതെനിക്ക് ഞാൻ തരൂല. പിന്നെയുള്ള ഈ അടക്കേ ചെങ്കതളി എന്നതിൻ്റെ പേര്, അവ തിന്നാൻ മാത്രം ജായില്ല. അന്തർക്ക, ഇതങ്ങൾക്ക് ഒരു കത്തുണ്ട്. മകളെ കുട്ടീൻ്റെന്നാ തോന്നണത്. ആ, ഇങ്ങോട്ട് കൊണ്ടുവര്. ഓപ്പ പോയിട്ട് 3 മാസം കഴിഞ്ഞ്. നിങ്ങൾ കോളടിച്ചെന്നാ തോന്നണത്. ഇതിൽ കാര്യമായിട്ട് എന്തോ ഉണ്ട്. നല്ല കട്ടിയുണ്ട്. തുറന്നു നോക്കി. ഓൻ കുരുത്തുള്ളോനാ. ഓൻ നമ്മളൊന്നും മറന്നില്ലല്ലോ. ഇത് നമ്മൾ ഐതറൂൻ്റെ കത്താ. സുബൈദാന്റെ മോന്. വീരാനെ, വീരാനെ, ഒന്നിങ്ങോട്ട് വന്നാ. എന്നാ എൻ്റെ പെങ്ങളെ മകൻ്റെ കത്ത് വന്നാണ്. ഇതൊന്നിങ്ങോട്ട് വായിച്ചാജി. അബുവോ, ഒന്നിങ്ങോട്ട് ബാ. ഐതറൂൻ്റെ കത്ത് വന്നാണ്. അബുവിനൊന്ന് വിളിച്ചണ്ടോ ആപ്പേ? ഓനും കേട്ടോട്ടെ, ഓനും വായിച്ചണ്ട അത്. ആ, ഒന്നായിട്ട് വായിച്ചാജി. വായിക്കല്ലേ? ആ. പ്രിയപ്പെട്ട വല്യപ്പ, വല്യമ്മ, വലിയ അമ്മോൻ, ചെറിയ അമ്മോൻ, അമ്മായി, കുട്ടികൾ എന്നിവർ അറിയുവാൻ ജിദ്ദയിൽ നിന്നും ഹൈദരാലി എഴുത്ത്. എനിക്കിവിടെ പരമസുഖമാണ്. ഇതിന്റെ കൂടെ 25,000 രൂപയുടെ ചെക്ക് അയക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ 25,000 രൂപയുടെ ചെക്ക് അയക്കുന്നുണ്ട്. അതിൽ 10,000 രൂപ വല്യപ്പക്കും. ഒന്നുകൂടി വായിച്ച 10,000 രൂപ വല്യപ്പക്കും. ആ, എന്നാല് അത് എനിക്കുള്ളതാ. അത് ഇന്റെ കജി തന്നെ തരണോ. ഞാൻ അതും ചോദിച്ച് ഇന്റെ പരങ്ങാനും വന്നാലുണ്ടല്ലോ,
ഓനേതായാലും ഉസുറുള്ളോനാ. ഈ ബാക്കി വായിച്ചാ 10,000 രൂപ വലിയ അമ്മോനും. അത് എനിക്കാണല്ലോ. ഞാൻ അതിൽ കൈയിട്ട് വാരാൻ വരരുത്. ഡകാ ഡകാ. എനിക്ക് എൻ്റെ ഒരു ഉറുപ്പിയും വേണ്ട. ഓൻ്റെ ബാക്കി വായിച്ചാജി. 1000 ചെറിയ അമ്മോനും. എനിക്ക് 1000 ഉള്ളൂ. 1000 തന്നെ കിട്ടിട്ട് എന്താക്കാനാ? ജവ് വായിച്ചാ. 1000 വല്യമ്മാക്കും. നിങ്ങൾക്കുണ്ട് 1000. 1000 അമ്മായിക്കും. അനക്കുണ്ടടി. 500 വീതം കുട്ടികൾക്കും. ഓൾത പിന്നെ ഞാൻ തന്നെ കൈ പിടിച്ചോളാം. കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്തെഴുതാനാണ് ആഗ്രഹം. പക്ഷേ ഇതുവരെ പണിയൊന്നും ശരിയായിട്ടില്ല. ഒരു പെട്ടോന് ഓനൊരു കാലത്തും കൊണം പിടിച്ചൂല. ഒരു കാലത്തും കൊൺപിടിച്ചൂല. വാ വരി ഇരിക്ക്. 10-12 വർഷമായിട്ട് ഞാൻ ഈ മുറിയിലാണ് താമസം. പിന്നെ മുറിയൊക്കെ ഇങ്ങനെ അലങ്കോലപ്പെട്ടിട്ടാണ് കിടക്കണത്. എന്താ ചെയ്യുക, ഭാര്യയൊന്നും ഇല്ലല്ലോ ഇവിടെ. ജോലി കഴിയുക, വരിക, കിടക്കുക, പിന്നെയും ജോലിക്ക് പോവുക. ഇതാണ് എല്ലാ ഗൾഫുകാരെയും അവസ്ഥ. കുറച്ച് കഴിയുമ്പോൾ നിനക്കും ഇതൊക്കെ മനസ്സിലാവും. മുഖം കണ്ടാൽ അറിയാം നിന്റെ ഭാവനയിലുള്ള റൂമല്ല ഇതെന്ന്. ഒരു സാധാരണ ഗൾഫുകാരന് കിട്ടാവുന്നതിൽ ഏറ്റവും സൗകര്യമുള്ള മുറിയാണ് എൻ്റെ ഈ മുറി. പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ നിനക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നാട്ടുകാരുണ്ടോ ഇത് വല്ലതും അറിയണ്? കുടിയേ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ പുന്നാരേക്കയ്ക്ക് അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് സുഖമല്ലേ? അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ 5 നേരവും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല, വളരെ സുഖമാണ്. നമ്മുടെ മക്കൾക്കും. അവരും ഇക്കായ്ക്ക് കത്തെഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. 3 ആളും 3 മൂലയിലാണ്. കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഞാൻ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ഒഴിവു സമയങ്ങളിൽ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്, പത്രവും വരുത്തുന്നുണ്ട്. പണമൊക്കെ വളരെ സൂക്ഷിച്ചാണ് ചെലവഴിക്കുന്നത്. തയ്യൽ മെഷീൻ വാങ്ങിയതിൽ പിന്നെ 50-100 ഒക്കെ ആയിട്ട് എനിക്ക് കിട്ടാറുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഇവിടെ കാശൊന്നുമില്ല. ഇന്നലെ കുഞ്ഞബിത്തായുടെ 500 രൂപ കടം വാങ്ങി. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കുറച്ച് കാശ് കൊടുത്തേക്കണേ. കാശ് ആവശ്യപ്പെട്ട് ഒരിക്കലും കത്തെഴുതില്ലെന്ന് ഓരോ പ്രാവശ്യവും തീരുമാനിക്കും. പിന്നെയും എഴുതേണ്ടി വരികയാണ്. വേറെ മാർഗമൊന്നുമില്ല. പിന്നെ പോയിട്ട് 3 വർഷം കഴിഞ്ഞു. ഉടനെ വരുമെന്ന് പറഞ്ഞു എത്ര പ്രാവശ്യമായി കൊതിപ്പിക്കുന്നു. ഇക്കയുടെ പ്രയാസങ്ങളൊക്കെ എനിക്കറിയാം. എങ്കിലും ഉടനെ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കട്ടെ. പടച്ചവനെല്ലാം കാണുന്നുണ്ടല്ലോ. എല്ലാ പ്രയാസങ്ങളും തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. നിർത്തട്ടേക്ക. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. സ്നേഹത്തോടെ ഇക്കയുടെ സ്വന്തം സഫിയ. കത്തിപ്പോ വായിക്കുന്നേ? ഇത് 4ാമത്തെ തവണയാ. നീ ഒരു കാര്യം ചെയ്യ്, ഈ കട്ടിൽ കിടന്നു. പിന്നെ യൂസുഫ് കാ, നിങ്ങളോട് പറയാൻ സഫിയാത്ത ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താ? കഴിയുമെങ്കിൽ നാട്ടിലേക്കൊന്ന് ചെല്ലാൻ. കുറച്ച് ദിവസമെങ്കിലും കുട്ടികളെ കൂടെ താമസിക്കാലോ. പോണം.
റഫീഖ് السلام عليكم. وعليكم السلام. كيف الحال؟ الحمد لله زين. ليش انت مع بلاد؟ والله ان شاء الله روح عادي سنه ان شاء الله روح ان شاء الله. جيب ساموسه. كم ريال سموسه؟ جيب 5 ريال ما في مشكله. جيب بسرعه. ان شاء الله. جيب بسرعه. يلا سرعه. തൽക്കാലം കിട്ടുന്ന ജോലിക്ക് അങ്ങോട്ട് പോവുക. ആ ജോലിയിൽ ഇരുന്നു കൊണ്ട് അതിനേക്കാളും നല്ല ജോലിക്ക് വേണ്ടി അന്വേഷിക്കുകയും ചെയ്യുക. അതാണ് ബുദ്ധി. ഫ്രീ വിസ ആയതുകൊണ്ട് അതിനൊരു സൗകര്യമാണ്. അല്ലെങ്കിൽ ബഷീറിന്റെ മുറിയിൽ ഒരുത്തൻ കിടന്നുറങ്ങുന്ന കണ്ടില്ലേ, അങ്ങനെ സമയം കളയേണ്ടി വരും. അതാരാ ആള്? ഞാൻ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. അത് നമ്മുടെ കോട്ടകൽ കുഞ്ഞിപ്പയുടെ അമ്മായിയുടെ മോനാ. വന്നിട്ട് 11 മാസം കഴിഞ്ഞ്. നിന്നെപ്പോലെ ഫ്രീ വിസക്കാ പോകുന്നത്. കുഞ്ഞിപ്പയെ കണ്ടാണ് വന്നത്. 1500 റിയാൽ ശമ്പളമുള്ള ജോലി അവന് കുഞ്ഞിപ്പ ശരിയാക്കി കൊടുത്ത്. എന്നിട്ട് അവൻ പോയില്ല. അവൻ MA വരെ പഠിച്ചിട്ടുണ്ട് അത്രേ. അതിനനുസരിച്ച് ജോലി കിട്ടാതെ അവൻ പോയില്ല എന്ന്. അത് മാത്രമല്ല, അവന്റെ സ്നേഹിതന്മാരൊക്കെ വളരെ ഉയർന്ന ജോലിയും വലിയ ശമ്പളം വാങ്ങുന്നുണ്ട്. അതിനനുസരിച്ച് ജോലി ശമ്പളം കിട്ടിയിട്ടില്ലെങ്കിൽ അവന് കുറച്ചിലാണെന്നാ പറയണത്. എന്നാ പിന്നെ നാട്ടിലേക്ക് തിരിച്ചു പോയിക്കൂടെ? വലിയൊരു സംഖ്യ കടം വരുത്തിയിട്ടാ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടുള്ളത്. പിന്നെ എങ്ങനെ തിരിച്ചു പോകും? ഗൾഫ് ഒരു വിചിത്ര ലോകമാണ് എൻ്റെ മോനെ. ആഗ്രഹിക്കുന്നതൊന്നും ഇവിടെ സംഭവിച്ചെന്ന് വരില്ല. വിരോധാഭാസങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത് മുഴുവൻ. നിനക്ക് ഓർമ്മയുണ്ടോ ചേലക്കര സ്കൂളിൽ അദ്രിമ മാഷെ? ആ, ഞങ്ങൾ ഒരുമിച്ച് കുറെ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്. ആ, നല്ല ഫുട്ബോൾ കളിക്കാനൊക്കെ ആയിരുന്നു. ഇപ്പൊ അയാൾ ഗൾഫിലാണല്ലോ. ആ, എന്നാ കേട്ടോ, മൂപ്പരിപ്പോ ഇവിടെ ഉണ്ട്. അങ്ങയുടെ കഥ മതി ഞാൻ നേരത്തെ പറഞ്ഞത് ബോധ്യപ്പെടാൻ. 5 കൊല്ലത്തേക്ക് ലീവ് എടുത്ത് ഗൾഫിൽ വന്നതാ. ഒരു കമ്പനിയിൽ ജോലി കിട്ടുകയും ചെയ്ത്. മാഷെ കൊണ്ട് ജോലി എടുപ്പിക്കാൻ ആരാന്നറിയോ? മൂപ്പര ശിഷ്യൻ. ആ, ഈ പറയുന്ന ശിഷ്യൻ നന്നായി പഠിച്ച് റാങ്ക് വാങ്ങിയിട്ടുണ്ടെന്ന വിചാരം. അങ്ങനെയാണെ തരക്കാടില്ല. അതല്ല എൻ്റെ മോനെ. ശിഷ്യൻ SSLC തോറ്റ് തൊപ്പിയിട്ട് 2ാമത് എഴുതാൻ പോലും മെനക്കെടാതെ നാട്ടിൽ വെറുതെ കിടന്ന് കറങ്ങുമ്പോൾ നാട്ടുകാർ വീട്ടുകാരൊക്കെ കൂടി കയറ്റി വിട്ടത് അങ്ങോട്ട്. ഇപ്പോൾ ഗുരുവിന് ശമ്പളം 15,000, ശിഷ്യന് ശമ്പളം 50,000. ഇതാണ് മോനെ ഗൾഫ്. എത്രയും പ്രിയപ്പെട്ട ഉപ്പക്ക് അസ്സലാമു അലൈക്കും. ഞങ്ങൾക്കൊക്കെ ഇവിടെ സുഖമാണ്. അവിടെ ഉപ്പാക്ക് സുഖമല്ലേ? വിശദമായി ഉമ്മ എഴുതിയതുകൊണ്ട് ഞാനൊന്നും എഴുതുന്നില്ല. കുറേ പഠിക്കാനുണ്ട്. ഈ വർഷം SSLCയാ. ആ കാര്യം ഉപ്പയ്ക്ക് അറിയോ? കഴിഞ്ഞ പ്രാവശ്യം ഉപ്പ പോകുമ്പോൾ ഞാൻ 7ാം ക്ലാസ്സിലായിരുന്നു. ഇപ്രാവശ്യം കാക്കൊല്ല പരീക്ഷയിൽ എനിക്കായിരുന്നു ക്ലാസ് ഫസ്റ്റ്. മാഷുമാരും ടീച്ചർമാരും ഒരുപാട് അഭിനന്ദിച്ചു. ക്ലാസ് മാഷിൻ്റെ വക ഒരു ട്രോഫിയും കിട്ടി. എന്നാ ഉപ്പ നാട്ടിലേക്ക് വരിക? ഉപ്പയെ കാണാൻ വല്ലാതെ കൊതിയാവുന്നു. കണ്ണുകൊണ്ട് കാണുന്നില്ലെന്നേ ഉള്ളൂ. മനസ്സ് നിറയെ ഉപ്പയാ. ബാബു അപ്പുറത്തിരുന്ന് വേറെ കത്തെഴുതുന്നുണ്ട്. അതുകൊണ്ടാ അവൻ്റെ വിശേഷങ്ങൾ ഞാൻ എഴുതാത്തത്. സ്കൂളിലെ ടൂറിനെ അവന് പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു. 600 രൂപ വേണം. ബാപ്പ ഗൾഫിലല്ലേ, നിർബന്ധമായും പോരണമെന്ന് സാറുമാർ പറഞ്ഞത്രേ. നമ്മുടെ സ്ഥിതി അവർക്ക് ആർക്കും അറിയില്ലല്ലോ. ഉമ്മ ബാബുവിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. പോകാൻ കഴിയാത്തതിൽ അവന് വിഷമമൊന്നുമില്ല. ഇപ്രാവശ്യം ഉപ്പ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി എങ്ങോട്ടെങ്കിലും ടൂറിന് പോകണം. ചെറിയ ബിസിനസ്സിൽ എനിക്ക് താല്പര്യമില്ല. ഞാൻ വലിയൊരു പ്രൊജക്റ്റിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗൾഫ് കൺട്രീസ് മൊത്തമുള്ള ഒരു ബിസിനസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
അല്ലാതെ ഈ പ്രദേശത്ത് മാത്രം ഒതുങ്ങുന്ന ഒരു ബിസിനസ് കൊണ്ട് എനിക്ക് ഒരു കാര്യമില്ല. ആ ഇല്ലല്ല ഇല്ല, എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ആ പറയൂ, നിങ്ങൾക്ക് എത്ര ഷെയർ കിട്ടണം? നമ്മൾ തമ്മിൽ ഷെയറിന്റെ വലിപ്പം സംസാരിക്കണോ? ഞാൻ എത്ര ലക്ഷം മുടക്കണം അത് പറയൂ. 50-50. എഗ്രി? എഗ്രീഡ്. എന്താ യൂസുഫ് കാ, ഓഫീസിലേക്ക് കയറി വരുമ്പോൾ ഒരു മാനേഴ്സ് വേണ്ടേ? കുറേ നേരമായി പുറത്ത് കാത്തിക്കണ്. ഞാൻ പറഞ്ഞ ആള്. എക്സ്ക്യൂസ് മീ, ഒരു നിമിഷം. ഓക്കെ. ഇതാണ് ഞാൻ പറഞ്ഞ ആള്. നമ്മളെ കുട്ടിയാലിയാക്കൻ്റെ മോന സുബേർ എന്നാ പേര്. പരിചയല്ലേ? ആ അറിയാം. ആ CV സർട്ടിഫിക്കറ്റും എല്ലാം ഇവിടെ കൊടുത്ത് ഏൽപ്പിച്ചാൽ മതി. മറ്റുള്ള എല്ലാ വിവരത്തിനും ഞാൻ യൂസുഫ് കയോട് പറയാം. പഴയ പോലെയൊന്നുമല്ല, ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാ ഗൾഫിലൊരു ജോലി എന്നൊക്കെ പറയുന്നത്. അറിയാലോ യൂസുഫ് കാ. ഇവൻ്റെ പേപ്പേഴ്സും മറ്റുള്ള എല്ലാ ഡോക്യുമെൻസും മെയിൻ ഓഫീസിലേക്ക് എത്തിക്കേ. ആ ഞാൻ അല്പം ബിസിയാണ്. മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് സംസാരിക്കാം. ശരി, വരട്ടെ. ഓക്കെ. യൂസുഫ് കാ, മലയാളീസിനെ നമ്മുടെ കമ്പനിയിൽ എടുക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതല്ലേ, ഇത്തരം ഏടാകൂടങ്ങൾ വലിച്ചു കയറ്റി ഇങ്ങോട്ട് വരരുതെന്നുള്ളത്. പ്ലീസ്, എനിക്കതിൽ തീരെ താല്പര്യമില്ല. എന്റെ യൂസുഫ് കാ, നിങ്ങൾ ഇത്രയും പാവത്തനായി പോയല്ലോ. ആ നാരി ജാഫറിന്റെ കാല് പിടിക്കാൻ പിന്നെയും നിങ്ങൾ പോയല്ലേ. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ചൊറിഞ്ഞു കയറുക. എനിക്ക് വേണ്ടിയിട്ടല്ലല്ലോ. ആർക്ക് വേണ്ടിയായാലും നിങ്ങൾ ചെയ്തത് ശരിയായില്ല. ഇനി ഈ ഓരോന്ന് പറഞ്ഞിട്ട് സുബേറിനെ തെറ്റിദ്ധരിപ്പിക്കണ്ട. സുബൈർ അറിയണം, നാട്ടുകാരൻ ആരാണെന്നുള്ളത് ഇവനും കൂടി ഒന്ന് അറിയുന്നത് നല്ലതാ. 10-20 വർഷം മുമ്പ് ജാഫർ ഇവിടെ എത്തിയത് ഇന്ന് നീ വന്നതിനേക്കാളും കഷ്ടപ്പാടുമായിട്ടാണ്. അന്ന് യൂസുഫ് ക വന്നിട്ട് 2 വർഷം തികഞ്ഞിട്ടേ ഉള്ളൂ. യൂസുഫ് കക്ക് നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് ഇല്ലാതെ ബാക്കി എല്ലാം ശരിയായി നിൽക്കുമ്പോഴാണ് ജാഫറിന്റെ വരവ്. പിന്നീട് ജാഫറിന് ജോലി ശരിയാക്കലായി മൂപ്പരുടെ പരിപാടി. ചുരുക്കി പറഞ്ഞാൽ ആ കൊല്ലം യൂസുഫ് ക നാട്ടിലേക്ക് പോയില്ല. 6 മാസത്തോളം ഈ ജാഫർ യൂസുഫ് കയുടെ ചെലവിലായിരുന്നു കഴിഞ്ഞത്. പിന്നീട് നല്ലൊരു ജോലി ശരിയാക്കി കൊടുത്തതും നമ്മുടെ യൂസുഫ് ക തന്നെയാണ്. അതൊക്കെ പണ്ടത്തെ കഥയല്ല. കഥ പണ്ടത്തെ തന്നെ, പക്ഷേ മുഴുവൻ കഥകളും സുബൈർ അറിയണം. എന്തിനാണെന്നറിയോ? മറ്റൊരു ജാഫറാകാതിരിക്കാൻ. നിനക്കറിയോ, നാട്ടുകാർക്ക് വേണ്ടി നമ്മളിവിടെ എന്ത് പ്രവർത്തനം സംഘടിപ്പിച്ചാലും അതിലൊന്നും ജാഫറിൻ്റെ ഒരു പങ്കും ഉണ്ടാവാറില്ല. ജോലിയിൽ കയറിയത് മുതൽ അയാൾ പെട്ടെന്ന് വളരുകയായിരുന്നു. ശമ്പളം കൊണ്ട് മാത്രം ഒരാൾക്ക് ഇത്ര പെട്ടെന്ന് വളരാൻ കഴിയില്ലല്ലോ. അയാൾക്ക് ഇവിടെ പ്രധാന പരിപാടി എന്തായിരുന്നു? ഇല്ല, ഞാൻ നിർത്തി. യൂസുഫ് കാടെ വിഷമം എൻ്റെ കൂടെ വിഷമം. കാരണം എന്നെ ഒരു മനുഷ്യനാക്കിയത് യൂസുഫ് കയാണ്. നീ പുകഴ്ത്തി പറഞ്ഞ് എന്നെ വഷളാക്കുന്നാ തോന്നുന്നത്. ആ യൂസുഫ് കാ, ഞാൻ ഇപ്പൊ വന്നതേ കുഞ്ഞിപ്പാക്ക് വേണ്ടിയാ. സുബൈറിന് ഒരു ജോഡി ഡ്രസ് അവൻ കൊടുത്തിട്ടുണ്ട്. കൊടുക്കടോ. ഒട്ടും വിഷമിക്കണ്ട, ജോലിക്ക് വേണ്ടി ഞങ്ങളൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഉടനെ ശരിയാവും. എന്തെങ്കിലും ആവശ്യം ഉണ്ടായാൽ പറയാൻ മടിക്കരുത്. എന്നാ ഇത് വെച്ചോ. ആ വാങ്ങിച്ചോളൂ. വരട്ടെ. എന്നാ യൂസുഫ് കാ പോയിട്ട് വരട്ടെ. റൊട്ടി വെച്ചിട്ട് പോവാ. ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. നല്ല കഥയായി പോയി. എങ്ങനെയുണ്ട് സുബേറെ? ഇപ്പോ അന്റെ തെറ്റിദ്ധാരണൊക്കെ മാറിയില്ലേ? ഇതാണ് ഗൾഫുകാരൻ. ഗൾഫിൽ വന്ന് ഒരാൾ കഷ്ടപ്പെടുന്നത് മറ്റൊരാൾക്ക് സഹിക്കില്ല. അവന്റെ മനസ്സ് വേദനിക്കും. നമുക്ക് വന്നിട്ട് റൊട്ടി കഴിക്കാം. ആ പറഞ്ഞ സ്ഥലത്ത് പോണം. വേഗം ഒരുങ്ങ്. 4-4.5 മാസമായിട്ട് പണിയൊന്നും ശരിയായില്ല തന്നാല് എന്താപ്പോ എൻ്റെ അവസ്ഥ? ഓനെക്കൊണ്ട് ഇപ്പോ നാട്ടുകാരൊക്കെ ഇടങ്ങറായിട്ടുണ്ടാവും. ഇത്തിരി ഒക്കെ ഇടങ്ങാറായി ഓൻ അങ്ങോട്ട് അയക്കണ്ടില്ലേന്നു. ഞമ്മക്കുള്ളത് മതിയെന്നു. ഉള്ളത് അറിഞ്ഞപ്പോ എന്താ ഉള്ളത്? പിന്നെ പര വെക്കണ്ടെന്ന് അറിയേണ്ടത് പെൺകുട്ടികളെ കിട്ടിയോരാ. ഞമ്മള് പുറല്ലാണ്ട് തെണ്ടിയാലും വണ്ടിയില്ല. ഓർക്ക് കിട്ടാണല്ലോ കിട്ടണോ. പെങ്ങന്മാർക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടാ അളിയന്മാരോട്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ പെങ്ങന്മാരൊക്കെ പുയ്യാപ്പിളാരുടെ ഭാഗത്താ, നമ്മളൊക്കെ പുറത്താ. ഇനിയിപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പെരയും പറമ്പും വിറ്റുപോയില്ലേ. ഏതായാലും
ഓനക്ക് മറുപടി എഴുതുമ്പോൾ വിഷമം ഉണ്ടാക്കുന്ന ഒന്നും എഴുതണ്ട. ഇവിടെ എല്ലാവർക്കും സുഖാന്ന് എഴുതിയാൽ മതി. സാഹിനാന്റെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് പൊര വിറ്റിരുന്നെങ്കിൽ ഇത്ര സങ്കടമില്ലായിരുന്നു. അക്കരെയുള്ളൊരു മാരനയച്ചോരത്തറ് പൂശിയ കത്തിലെ ചക്കര മുത്തങ്ങൾ കൊണ്ടുള്ളം തൂടിച്ചേ മുല്ലപ്പൂമാല കൊരുത്തത് പോലവനെഴുതിയ കത്തിനകത്തെ സല്ലാപം കണ്ടിട്ടവളും കോരിത്തരിച്ചേ വിസ്മീലാരംഭിച്ചൊരു കത്തെ വിസ്തരിച്ചെഴുതി സലാമുമുരത്തെ വിസ്മീലാരംഭിച്ചൊരു കത്തെ വിസ്തരിച്ചെഴുതി സലാമുമുരത്തെ പണിയില്ലെന്നവസാനിപ്പിച്ചേ അക്കരെയുള്ളൊരു മാരനയച്ചോരത്തർ പൂശിയ കത്തിലെ ചക്കര മുത്തങ്ങൾ കൊണ്ടുള്ളം തൂടിച്ചേ മണലാരണ്യത്തിൽ ചങ്ങാതികളുടെ ഔദാര്യത്തിൽ അങ്ങിങ്ങായി പണിയും തീരഞ്ഞലഞ്ഞിടുന്നേ ദല്ലാളുകളൊപ്പിച്ചുള്ള വിസക്കളിയിൽ ചതി പറ്റിയ കാര്യം എല്ലാരും അറിഞ്ഞതും കുറച്ചിലായേ മാസം പലതു കടന്നു കഴിഞ്ഞ് പോലീസ് ഒടുവിൽ കണ്ടെത്തുന്നേ മാസം പലതു കടന്നു കഴിഞ്ഞ് പോലീസ് ഒടുവിൽ കണ്ടെത്തുന്നേ ജയിലടി എണ്ണാൻ വിധിയാകുന്നേ അക്കരെയുള്ളൊരു മാരനയച്ചോരത്തർ പൂശിയ കത്തിലെ ചക്കര മുത്തങ്ങൾ കൊണ്ടുള്ളം തൂടിച്ചേ മാസങ്ങൾ പലതു കഴിഞ്ഞവനങ്ങനെ സ്നേഹിത കാരുണ്യത്തിൽ വേഷങ്ങൾ പെട്ടിയിലാക്കി തിരിച്ചു പോന്നേ കസ്റ്റംസിൻ കഴുക കണ്ണുകൾ കൊത്തിയെടുത്ത് കഴിഞ്ഞതിൽ പിന്നെ ശേഷിച്ച പെട്ടിയുമായവൻ വീട്ടിലും അണയുന്നേ വീട്ടിൽ നെടുവീർപ്പുയരുകയായി നാട്ടാർ സാന്ത്വനമേകുകയായി വീട്ടിൽ നെടുവീർപ്പുയരുകയായി നാട്ടാർ സാന്ത്വനമേകുകയായി ചരട് മുറിഞ്ഞൊരു പട്ടം പോലായി അക്കരെയുള്ളൊരു മാരനയച്ചോരത്തർ പൂശിയ കത്തിലെ ചക്കര മുത്തങ്ങൾ കൊണ്ടുള്ളം തൂടിച്ചേ മുല്ലപ്പൂമാല കൊരുത്തത് പോലവനെഴുതിയ കത്തിനകത്തെ സല്ലാപം കണ്ടിട്ടവളും കോരിത്തരിച്ചേ അക്കരെയുള്ളൊരു മാരനയച്ചോരത്തർ എൻ്റെ എത്രയും പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും വീട്ടിലെ മറ്റെല്ലാവരും അറിയാൻ സുബൈർ എഴുതുന്നത്. നിങ്ങൾക്കെല്ലാം സുഖമെന്ന് കരുതുന്നു. അങ്ങനെ 6 മാസത്തെ കാത്തിരിപ്പിന് ശേഷം എനിക്ക് ചെറിയൊരു ജോലി കിട്ടി. താൽക്കാലികമാണ്, എങ്കിലും 6-7 മാസം കിട്ടും. അപ്പോഴത്തേക്കും വേറെ ജോലി കണ്ടുപിടിക്കാൻ കഴിയും. ഭാഷയെല്ലാം ശരിയായി വരുന്നു. യൂസഫ്ക്കാണ് ജോലി ശരിപ്പെടുത്തിയത്. യൂസഫ്ക്ക് എനിക്ക് വേണ്ടി കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, കുറേ കാശും ചിലവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ താമസം ജോലി സ്ഥലത്തിനടുത്താണ്. യൂസഫ്ക്കയുടെ റൂം കുറച്ച് ദൂരെയാണ്, എങ്കിലും എല്ലാ ദിവസവും വിളിക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ നേരിൽ കാണാറുമുണ്ട്. ഇപ്പോൾ താമസിക്കുന്ന മുറിയിൽ 8 മലയാളികളുണ്ട്. തിരക്കിയിട്ടാണ് ഈ കത്തെഴുതുന്നത്. രാത്രി കുറച്ചുറങ്ങുന്ന സമയം മാത്രമേ വിശ്രമമുള്ളൂ, ബാക്കി മുഴുവൻ ജോലി തന്നെയാണ്. തൽക്കാലം ഒരു 5000 രൂപ ഇതോടൊപ്പം അയക്കുന്നു. കടം വാങ്ങിയതാണ്, വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങൾക്ക് എടുക്കുക. താഴെ എഴുതിയതാണ് എൻ്റെ പുതിയ അഡ്രസ്സ്. ജോലി മാറുന്നത് വരെ അഡ്രസ്സിൽ മാറ്റമുണ്ടാവില്ല. എല്ലാവരോടും അന്വേഷണം പറയുക.
വിശദമായ മറുപടിക്ക് കാത്തിരിക്കുകയാണ്. സ്നേഹത്തോടെ മകൻ സുബൈർ. ഏതായാലും ഇനി അമ്മക്ക് വല്ലാണ്ട് ഇടങ്കടാവേണ്ടി വരൂല. എല്ലാവർക്കും ഉണ്ടാവല്ലോ ഒരു നല്ല കാലോ. അല്ല ഓൻക്ക് ശമ്പളമൊക്കെ പെരുത്തുണ്ടാവോ? ഗൾഫുകാർക്കൊക്കെ ഇപ്പൊ ശമ്പളം കുറവാണെന്നാ കേൾക്കുന്നത്. എന്നാലും സുബൈറിന് ഒരു 10-20,000 റുപ്യ ശമ്പളം ഇല്ലാതിരിക്കൂല. ഏതായാലും വേണ്ടിയില്ല, കുറച്ച് ആൾക്കാരെ വിളിച്ച് ഞമ്മക്കൊരു സൽക്കാരം നടത്തണം. മകൻ ഗൾഫിൽ പോയ പിന്നെ ഞാൻ പിസ്കനായിന്ന് കുടുംബക്കാർ പറയരുതല്ലോ. ആ ഒന്നും ഇപ്പം വേണ്ടാന്ന് എൻ്റെ അഭിപ്രായം, പ്രത്യേകിച്ചും വാടകപ്പെരേന്ന്. അതുകൊണ്ട് എന്നെ സൽക്കാരം വേണമെന്ന് വെച്ചതു. വാടകയ്ക്ക് താമസിക്കാച്ചിട്ടേ കുടുംബക്കാരെ മുമ്പില് നമ്മള് മോശക്കാരാകാൻ പാടില്ലല്ലോ. ആ നമ്മളെടുത്ത് പണണ്ടെന്ന് എല്ലാവർക്കും ബോധ്യമാവട്ടെ. എന്തേ ഇത് പൈസ കിട്ടാൻ ഏത് ബാങ്കിലാ കൊടുക്കുക? അക്കൗണ്ടുള്ള ഏത് ബാങ്കിലും കൊടുക്കാം. എനിക്ക് ഒരു ബാങ്കിലും അക്കൗണ്ട് ഇല്ലല്ലോ. എനക്ക് അക്കൗണ്ട് ഇല്ലേ? എനിക്കുണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഡ്രാഫ്റ്റ് നിങ്ങളെ പേരിലല്ലോ ഉള്ളത്. ഇതാപ്പോ ഇടങ്ങറ്. ഇനിയിപ്പം ബസ്സും കയറി ബാങ്കിൽ പോണ്ടേ? കൊയലായിട്ട് അയച്ചിരുന്നെങ്കിൽ ആ ഇടങ്ങറില്ലായിരുന്നു. അല്ല ഞമ്മളിടങ്ങറൊന്നും ഇപ്പൊ സുബൈറിന് അറിയണ്ടല്ലോ. ഡ്രാഫ്റ്റ് അയച്ചാ പിന്നെ ഓന്റെ പണി കഴിഞ്ഞു. ഹലോ, ആരാ? സെഫിയ? കുറേ നേരമായോ കാത്തിക്കണ്? ആ, ഞാനിവിടുന്ന് വിളിച്ചിട്ട് കിട്ടണില്ലല്ലോ. എന്താ അത്, ടെലിഫോൺ കേടുണ്ടോ അവിടെ? ആ അത് ശരി, കുറേ നേരമായോ കാത്തിക്കണേ. ആ പിന്നെ ഞാനേ ഈ ഏപ്രിൽ 6-ാം തീയതി വരിക. ആടി, നിനക്ക് കേൾക്കണോ, ഞാൻ ഇപ്രാവശ്യം 5-6 മാസം നാട്ടിൽ നിൽക്കാൻ തീരുമാനിച്ചിട്ടാണ് വരണത്. അതെ, ഒരു കാര്യം ചെയ്യണം നമുക്ക്. ഇപ്രാവശ്യം വന്നിട്ട് ഇൻഷാ അല്ലാ കുട്ടികളൊക്കെ ആയിട്ട് ഊട്ടിയിലോ മൈസൂരിലോ എവിടെയെങ്കിലുമൊക്കെ പോട്ടെ. ആ പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ കുട്ടികളോട് പറയാൻ പറയും. നാളെ ചോദിച്ചു നോക്കി, ഞാൻ വിളിക്കാം. ആ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. ആ ആ ആ ചോദിച്ചോ. ആ നാളെ ഞാൻ എന്തായാലും വിളിക്കാം. ആ എന്നാ ഓക്കെ, അസ്സലാമു അലൈക്കും. ആ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ആ പിന്നെ പറയാൻ കഴിഞ്ഞില്ല, ഞാൻ അടുത്ത മാസം 6-ാം തീയതി നാട്ടിലേക്ക് പോവാ. വല്ല കത്തോ കാര്യം എന്തോ ഉണ്ടെങ്കിൽ കരുതി വെച്ചോ. ഓ, ഇനി 13 ദിവസം കൂടി കാത്തിരിക്കണം. 3 കൊല്ലവും 4 മാസവും കാത്തിരുന്നു. ഇനി 13 ദിവസം കാക്കാനാണോ പണി? അല്ലേടി? പിന്നെ ഇപ്രാവശ്യം ഇപ്പൊ വന്നാ നമുക്ക് അടിച്ചു പൊളിക്കണം. ഏതായാലും ഊട്ടി മൈസൂരൊക്കെ ഒന്ന് പോണം. ഒരാഴ്ച അടിച്ച് പൊളിക്കണം കേട്ടോ അമ്മ. വെട്ടിത്തീരാറായോ യൂസുഫ് കാ? ഇനി 2 ദിവസം കൂടി, പിന്നെ ഈ മാസം വെട്ടാനുള്ള സമയം അടുത്ത മാസം തീരല്ലോ. സത്യം പറഞ്ഞ ഈ കലണ്ടർ വെട്ടുന്ന പരിപാടി യൂസുഫൊക്കെ ഇല്ലാന്നാ കരുതിയത്. അതെന്താണോ, ഞാനും ഗൾഫിലല്ലേ താമസിക്കണേ. അല്ല, ദുഃഖമില്ലാത്തൊരു മനുഷ്യൻ എന്നാണ് യൂസുഫെ പറ്റി ഞാൻ കരുതിയിരുന്നത്. ആ ഈ കലണ്ടർ വെട്ടുന്ന പരിപാടി കണ്ടുപിടിച്ചത് ഗൾഫുകാരാണെങ്കിലും എല്ലാവരും ലോകത്ത് ഈ പരിപാടി ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതെന്തിനാ യൂസുഫ് കാ? എടോ, മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു ദിവസം തീർന്നെന്ന് ബോധം ഉണ്ടാവുമല്ലോ, അത് തന്നെ. ആ അതൊക്കെ പോട്ടെ, നാട്ടിലേക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ എന്നല്ല വാങ്ങണം. ഇനി 2 ദിവസമേ ഉള്ളൂ, ഉടനെ എത്തിക്കണം. ഇതാ. ആ ഒക്കെ കൊണ്ടുവന്നിട്ട് പഹൻ അല്ലേ? എന്റെ വീട്ടിലേക്കല്ല, യൂസുഫ് ഖാന്റെ കുട്ടികൾക്കുള്ള. എന്റെ കുട്ടികൾക്ക് ഞാൻ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് ആവശ്യത്തിന്. അത് ശരി. അപ്പൊ ഞങ്ങളൊക്കെ നാട്ടിൽ വേണ്ട, പോകുമ്പോ ഇനിയിപ്പോ തർക്കിക്കാൻ നിൽക്കണ്ട. ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കണ്. ഇനിയിപ്പോ ഞാൻ പണ്ടെങ്ങോ ചെയ്ത സേവനത്തിന്റെ പേരും പറഞ്ഞ് എന്നെ സൂചിപ്പിക്കാനൊന്നും നിൽക്കണ്ട. ആ പണ്ടെന്നോ ചെയ്ത സേവനോ? നിങ്ങളുടെ സഹായം കിട്ടാത്ത എത്ര പേർ ഗൾഫിലുണ്ട്, അല്ല നമ്മുടെ നാട്ടിലുണ്ട്. സ്വന്തം കുടുംബത്തിന്റെ കാര്യം വരുമ്പോൾ കയ്യിൽ കാശില്ല. പാവം സഫിയാത്തയും മക്കളും ആ വീടൊന്ന് നന്നാക്കാൻ പോലും ഇങ്ങനെയുടെ കയ്യിൽ കാശില്ല. പലരും നല്ല ജോലി കിട്ടി സമ്പാദിച്ചു കൂട്ടിയപ്പോൾ സഹായിച്ച ഈ പാവത്തിനെ മറന്നു. പക്ഷേ അതിനൊക്കെ യൂസുഫ് കാക്ക് മറുപടി ഉണ്ട് കേട്ടോ. ഇങ്ങോട്ടൊന്നും ആഗ്രഹിക്കാതെ മറ്റുള്ളവർക്ക് സേവനം ചെയ്യുക. നമുക്ക് തരേണ്ടത് പടച്ചവനാണ്, അതവൻ തരും. അല്ല, അതാണ് അതിൻ്റെ ശരിയും. അത് ശരി, അപ്പൊ നീയും ഇതൊക്കെ അംഗീകരിച്ചില്ലേ? ആ തത്വം ഞാൻ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ഇത് കുറച്ച് ഓവറാ. അത് പോട്ടെ, സുബേറെ കത്തെഴുതി കേട്ടോ.
എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ അളവ് ഉപ്പയോട് സ്വകാര്യത്തിലൊന്ന് പറഞ്ഞു കൊടുക്കണം. എന്തു പറ്റി സുബേറെ? ഒന്നുമില്ല, ജോലി കിട്ടിയിട്ട് 4 മാസമേ ആയുള്ളൂ. വീട്ടിൽ നിന്ന് ആവശ്യങ്ങളുടെ പട്ടിക വരാൻ തുടങ്ങി. ഇന്നലെ പെങ്ങളുടെ ഒരു കത്ത് കിട്ടി. അളിയനൊരു വിസ ശരിയാക്കണമെന്ന ശുപാർശ കത്ത്. ഞങ്ങൾക്ക് സ്വന്തം വീടില്ലെന്നേ ഉള്ളൂ. പത്രാസിനൊരു കുറവും വീട്ടുകാർ വരുത്തുന്നില്ല. കബീർ നാട്ടിൽ പോയപ്പോൾ എല്ലാം വന്ന് പറഞ്ഞു. കഴിയുമെങ്കിൽ അതൊക്കെ നിയന്ത്രിക്കാൻ നിങ്ങൾ ഉപ്പയോടൊന്ന് പറയണം. ഇല്ലെങ്കിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. യൂസുഫ് കയുടെ ഈമാനൊന്നും എനിക്കില്ല. സാരല്ലടോ, നമുക്കൊക്കെ ശരിയാക്കാം. നാട്ടുകാരുടെ മനസ്സിൽ ഗൾഫുകാരെ കുറിച്ചൊരു സങ്കല്പമുണ്ട്. അതൊരിക്കലും മാറാൻ പോകുന്നില്ല. ഇപ്പം നിനക്ക് തന്നെ ഗൾഫുകാരെ കുറിച്ച് നാട്ടിൽ നിന്നുണ്ടായ ധാരണ തന്നെയാണ് ഇവിടെ വന്നപ്പോൾ. അല്ല, ഏതായാലും നീ വിഷമിക്കണ്ട. നാട്ടിലെത്തിയിട്ട് നിന്റെ വീട്ടുകാരോട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഇത് വെക്ക് യൂസുഫ. ഓ, വീട്ടിൽ കൊടുക്കാനായിരിക്കും അല്ലേ? അല്ല, ഇത് ഞാൻ യൂസുഫക്ക് തരാനുള്ളതാ. എനിക്ക് വേണ്ടി എത്ര കാശാ യൂസുഫ് ചെലവാക്കിയത്? അതൊക്കെ നിനക്ക് നല്ലൊരു ജോലി കിട്ടി നീ നല്ലൊരു കാശ എന്നാകുമ്പോൾ ഞാൻ തിരിച്ചു വാങ്ങിക്കോളാം. തൽക്കാലം കീശ തന്നെ ഇരിക്കട്ടെ. ഇന്ന് പണിക്കൊന്നും പോയില്ലേ? അല്ല ബാപ്പേ, ഖിലാഫത്തിന്റെ കാലത്തുള്ള ഒരുപാട് കഥ നിങ്ങൾ എടുത്തിട്ടുണ്ട് എന്നാണല്ലോ എല്ലാവരും പറയണത്. ഇങ്ങോട്ട് ഇതുവരെ ഒരൊറ്റ നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു തന്നില്ല. ഇല്ലേ? അതിന് ജിന്റെ അടുത്ത് കുത്തിയിരിക്കണ്ടേ? ഞാനത് പറയാൻ തുടങ്ങുമ്പോൾ ഇജി മണ്ടല്ലേ? ഇപ്പോഴെങ്കിലും എനിക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ. ഏതായാലും കേട്ടോ, 921 ഇവിടെ പട്ടാളം ഇറങ്ങിയ കഥ പറഞ്ഞുതരാം. അന്ന് പൂക്കോട്ടൂരും താനൂരും തിരുവരങ്ങാടിയിലും പട്ടാളക്കാരുമായിട്ട് ലേളക്കാർ ഏറ്റുമുട്ടി. ഒളിപ്പോരില് 31 ആള് ശഹീദായി. 32 അല്ല, 31 തന്നെ. എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. അന്റെ സംശയം കേട്ട വിചാരിച്ചു ഖിലാഫത്ത് പങ്കെടുത്തതെന്ന്. അൽവ്യാജി പറഞ്ഞ 32 എന്നാണല്ലോ. ഓൻ അങ്ങനെ പറഞ്ഞോ? എന്നാ ഒന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. ഞാൻ ചോദിച്ചാട്ടെ. അതിനിപ്പോ നമ്മളെവിടെ പറഞ്ഞു എത്തിയത്? ഒളിപ്പോരില്ലേ? ഒളിപ്പോരില്. ഒളിപ്പോരില് 31 ആള് ശഹീദായി. അതിലൊന്ന് എൻ്റെ ബാപ്പേനി, അതായത് എൻ്റെ ബല്യാപ്പ. തിരൂരങ്ങാടി പള്ളി പട്ടാളക്കാര് വളഞ്ഞപ്പോ ഞാൻ അതിൽ ചാടി കുറേ വെള്ളം കുടിച്ച്. അതിന്റെ പക്കത്ത് തന്നെ കുടിച്ചാ പോരോ? ഒറ്റ ഒന്നെടുത്ത് തന്നാണ്ടല്ലോ ഞാന്. ഇതങ്ങനെ കുടിച്ചല്ലേ ബിലീസേ? അവൾക്ക് ചാടി വെള്ളത്തിൽ പോയ കഥ. ഈ പട്ടാളക്കാർ പള്ളിന്റെ ഉള്ളിലേക്ക് വെടിവെച്ചില്ലേ? വെച്ചില്ലേന്നോ? എന്നും പറഞ്ഞു തുരാ വെടിയൊക്കെ കൊണ്ടില്ല. ഒരു ഉണ്ട അവിടുന്ന് ഇങ്ങോട്ട് സുറോന്നും പറഞ്ഞ് അങ്ങോട്ട് പോയി. അവിടുന്ന് ഒരു ഉണ്ട സുറോന്നും പറഞ്ഞ് ഇങ്ങോട്ട് തന്നെ പോന്ന്. അല്ല, ശരിക്കും ഉന്നം പിടിച്ചാന്ന് ചെല്ലാത്തോലൊക്കെ ആരാ ഇതിലെടുത്തെന്നുള്ള എനിക്കറിയാത്ത. ഓനൊക്കെ പട്ടാളത്തിലെടുത്തോനെ ചാവട്ടി കോടല് പുറത്ത് അടിച്ചണം. ഇതാണ് പണിയില്ലേ? പട്ടാളം ഇറങ്ങിയ കഥയും പറഞ്ഞ് കുത്തുന്നോളി. നിങ്ങളെ മുതൽ കാക്കാന്റെ കഥയിലാണ്, നിങ്ങളറിയില്ല. അത് ശരി, അതാണ് ഈ കഥയും പറഞ്ഞ് ഇവിടെ എങ്ങനെ കൂടിയല്ലേ? അന്റെ മജ്ജത്ത് ഞാൻ എടുത്തുതരാം. നിക്ക് വിലീസാടെ, നിക്ക് മന്ത്രം വല്ലാടെ. പുതിയ ജോലിയിൽ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല. ഏതായാലും പിടിച്ചു നിൽക്ക്. 2-3 വർഷങ്ങൾ കൊണ്ടൊക്കെ ശരിയാവും. ഇപ്പം ചെറിയ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ഭാവിയിലെല്ലാം ശരിയാവും. ഇതൊക്കെ തന്നെയാണ് ഗൾഫ്. പിന്നെ അവിടെ താമസ സൗകര്യം ഉണ്ടല്ലോ. ഹലോ, ഇത് നിനക്കാണ്. ഹലോ. ഓ, സന്തോഷം. എടാ, ഏപ്രിൽ ഫുള്ളാക്കുന്ന പരിപാടി നാട്ടിൽ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച്. ഗൾഫിലുണ്ടല്ലേ? എടാ, നിനക്കൊക്കെ യൂസുഫ് കയുടെ പേര് മാത്രമേ കിട്ടിയുള്ളൂ ഏപ്രിൽ ഫുള്ളാക്കാൻ. പുല്ലേ, നിർത്തടാ. എന്താ പ്രശ്നം? ആരാ വിളിച്ചത്? ഇവർക്കൊക്കെ ഏപ്രിൽ ഫുള്ളാക്കാൻ യൂസുഫ് കയുടെ പേരാ കിട്ടിയത്. എന്താ പ്രശ്നം? നമ്മുടെ യൂസുഫ് കെ കാർ ആക്സിഡന്റ് മരിച്ചു എന്ന്. എന്താ നിങ്ങൾക്ക് എന്താ പറ്റിയത്? സുബേ,
നീ കേട്ടതൊരു പക്ഷേ സത്യമാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എന്തായി പറയുന്നത്? വെറുതെ ആരെങ്കിലും ഏപ്രിൽ ഫുള്ളാക്കി കളിക്കായിരിക്കും. അല്ല സുബേ, നാട്ടിലത്തെ പോലെ ഗൾഫിലുള്ള ആളുകൾ മരണവാർത്ത വെച്ച് ഏപ്രിൽ ഫുള്ളാക്കി കളിക്കില്ല. ഹലോ, അതെ. ആരാ വിളിച്ചത്? കുട്ടികളൊക്കെ എപ്പോഴാ വരിക? 5 മണിയാകും. നജിമ ഹോസ്റ്റലിലാണ്. മാസത്തിലൊരിക്കലേ വരൂ. ഞാൻ പോകുമ്പോൾ അവിടെ SSLCക്കാ പഠിക്കുന്നത്. ഇപ്പോ ഡിഗ്രി സെക്കൻഡ് ഇയറാ. ഇപ്പോ നിന്റെ ജോലിയൊക്കെ എങ്ങനെ? ശരിക്കും പറഞ്ഞാൽ 2 വർഷം അലച്ചിലായിരുന്നു. 1-2 മാസം ചെറിയൊരു ജോലി കിട്ടും, പിന്നെ കുറേ വെറുതെ ആയിരിക്കും. ഇപ്പം ഏതായാലും ഒരു കമ്പനിയിലുള്ളത്. വലിയ കുഴപ്പമില്ല, കൃത്യമായി ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട്. നിന്റെ കടങ്ങളൊക്കെ വീട്ടിയോ? പഴയ കടങ്ങളൊക്കെ വീട്ടി പുതിയ കടങ്ങളുണ്ടായി. ഒരു സാധാരണ ഗൾഫുകാരൻ്റെ സ്ഥിതി സഫിയാത്തൊക്കെ ഞാൻ പറഞ്ഞു തരണോ? അതൊക്കെ പോട്ടെ, എന്താ ഇപ്പം നിങ്ങളവസ്ഥ? വളരെ സുഖം, ഒന്നിനൊരു കുറവുമില്ല. നിങ്ങൾക്ക് എവിടുന്ന സഫിയാത്ത ഇത്ര ധൈര്യം കിട്ടിയത്? യൂസുഫ് കയുടെ മരണത്തിന് ശേഷം നാട്ടിൽ നിന്ന് മറ്റൊരു ദുരന്തം പേടിച്ചിരുന്ന ഞങ്ങളെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു നിങ്ങൾ. എന്ത് നേരിടാൻ യൂസഫൊക്കെ തന്നെ എന്നെ പഠിപ്പിച്ചത്. ഏറ്റവും വലിയ ദുരന്തം മരണമല്ലേ? ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് നിനക്ക് മുമ്പിൽ മരണം വരില്ലേ? പ്രായമായ പെൺകുട്ടിയുണ്ട്, അതിനെ ഒന്ന് കെട്ടിച്ചോട്ടെ എന്ന് മരണത്തോട് പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞ മരണം കേൾക്കുമായിരുന്നെങ്കിൽ എന്നെയും മക്കളെയും ഒന്ന് കാണാൻ പോലും നിൽക്കാതെ യൂസഫൊക്കെ പോകുമായിരുന്നു. ഇപ്പൊ ഒരു പ്രയാസം എൻ്റെ മനസ്സിനെ അലട്ടുന്നുള്ളൂ, നജിമയുടെ കാര്യം. യൂസുഫ് കയുടെ എനിക്കുള്ള കടപ്പാട് പണം കൊണ്ട് തീർത്താൽ തീരുന്നതല്ല. എന്നാലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യാലോ. ഈ കാര്യം നേരിട്ട് ചോദിക്കുന്നതിലെ അനൗചിത്യമൊന്നും ഞാൻ പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് ചോദിക്കുക, സഫിയാത്തക്ക് വിരോധമല്ലെങ്കിൽ നജിമയെ കല്യാണം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താ സഫിയാത്തൊന്നും പറയാത്തത്? ഈ കാര്യം സുബൈർ നേരിട്ട് എന്നോട് അന്വേഷിച്ച നന്നായി. പറയുന്നത് കൊണ്ട് എന്നോട് ഇഷ്ടക്കേട് തോന്നരുത്. എന്തു വന്നാലും ഒരു ഗൾഫുകാരനെ കൊണ്ട് മകളെ കെട്ടിക്കരുതെന്നാണ് എൻ്റെ തീരുമാനം. അക്കാരണം കൊണ്ട് ജീവിതകാലം മുഴുവൻ കല്യാണം നടക്കാതെ പോയാലും ശരി, ഇതെൻ്റെ ഒരു തീരുമാനമാണ്. അതിന് മാറ്റമില്ല. വലിയ ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല. നാട്ടിൽ താമസിക്കുന്ന ഏതെങ്കിലും ഒരു കൂലിപ്പണിക്കാരൻ മതി എൻ്റെ മോക്ക്. നാട്ടിലുള്ളവർ മരിക്കില്ലേ സഫിയാത്ത? മരിക്കും, പക്ഷെ മരിച്ചെന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്താലോ. യൂസഫൊക്കെ മരിച്ചെന്ന് നിങ്ങളൊക്കെ പറഞ്ഞു, പത്രങ്ങളും TV-യും പറഞ്ഞു. പക്ഷെ എൻ്റെ മനസ്സ് മാത്രം അത് അംഗീകരിച്ചില്ല. ഒരു ദിവസം യൂസഫൊക്കെ തിരിച്ചു വരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. വെട്ടിത്തരാണെന്ന് എനിക്കറിയാം. പക്ഷെ അവസാനം ആ മയ്യത്തൊന്ന് കണ്ടിരുന്നെങ്കിൽ മനസ്സിനെ വിശ്വസിപ്പിക്കാമായിരുന്നു. ഇത് കുട്ടികൾക്കുള്ളതാ, ഞാൻ പോവാ. ആ സുബൈർക്ക, എന്നാ വന്ന്? ഇന്നലെ. തടിയൊക്കെ ഉഷാറായിട്ടുണ്ടല്ലോ. നല്ലോണം പഠിക്കുന്നില്ലേ രണ്ടാളും? ഓ, നജിമ താത്തയെ പോലെ നീയും SSLCക്ക് നല്ല മാർക്ക് വാങ്ങണം. താത്തേക്കാളും 1 മാർക്കെങ്കിലും ഞാൻ കൂടുതൽ വാങ്ങും. വെരി ഗുഡ്. ബാബു, നമുക്ക് ഊട്ടിയും മൈസൂരും ഒക്കെ ഒന്ന് പോണ്ടേ?
സുബൈർ, ഓ നിനക്ക് ഗൾഫിലേക്ക് തിരിച്ചു പോകാതിരുന്നൂടെ? നാട്ടിൽ എന്തെങ്കിലും ചെറിയൊരു ജോലി ചെയ്ത്. ഈ ചോദ്യം നിങ്ങൾ പല പ്രാവശ്യം യൂസുഫിക്കോട് ചോദിച്ചതല്ലേ? അന്ന് യൂസുഫ് പറഞ്ഞ അതേ മറുപടി തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ആഗ്രഹമുണ്ട്, പക്ഷെ മടങ്ങിപ്പോയിരിക്കാൻ കഴിയില്ല. സുബൈർ ഇപ്പൊ പെണ്ണ് കിട്ടിയ ഇവിടെ എന്താ കഥ? എന്താ കഥ? കല്യാണത്തിന് നല്ല അടിപൊളി ബിരിയാണി തിന്നോ. മാത്രല്ല കല്യാണത്തിന്റെ പേരും പറഞ്ഞു ഒരാഴ്ച മുമ്പ് തന്നെ നമുക്ക് ഇവിടെ വന്ന് കൂടാ. വീട്ടിലെ ചെലവ് ചുരുങ്ങും. തീർന്നില്ല, സുബൈറിന് ഡ്രസ്സ് എടുക്കുമ്പം ആ കെയർ ഓഫിൽ ഓരോ കൂട്ടം ഞമ്മക്കും എടുക്കാം. എടാ പൊട്ടനളിയ, അതല്ല ഞമ്മള് പറയണത്. സുബൈർ പെണ്ണ് കെട്ടിയാ പിന്നെ അവന്റെ താല്പര്യമൊക്കെ പെണ്ണുങ്ങളോടും ഓള കൂട്ടക്കാരോടും ആയിരിക്കും. ഞമ്മള് പുറത്താവും. അങ്ങനെ ഉണ്ടാവോ? ഉണ്ടാവും. ഞമ്മക്ക് പെരപ്പണി തുടങ്ങണ്ടേ? കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ഞമ്മളെ മക്കളെ കെട്ടിക്കണ്ടേ? എങ്ങനെയെങ്കിലും ഒരു വിസ തരപ്പെടുത്തി ഞമ്മക്കൊന്ന് അക്കരെ പോണ്ടേ? ഒക്കെ പോട്ടെ, ഓനിപ്പോ പെണ്ണ് കിട്ടിയാലേ ഇപ്പൊ കിട്ടുന്ന വട്ടച്ചെലവിന്റെ കായുണ്ടല്ല, അതൊരു കാലത്തും കിട്ടൂല. ഞമ്മക്കിപ്പോ എന്താ ചെയ്യാൻ കഴിയാ? കല്യാണം മുടക്കണം. ഓരോ വരവിലും എന്തെങ്കിലുമൊക്കെ കാരണം കണ്ടുപിടിച്ച് കല്യാണം നീട്ടിക്കൊണ്ടുപോകണം. അളിയന്മാരെന്ന നിലയ്ക്ക് അത് നമ്മളെ ബാധ്യതയാ. പക്ഷെ ഇതെങ്ങനെയോ അവിടെ ലീക്കാവുന്ന എനിക്ക് തോന്നുന്നത്. ഓ ഇല്ലടാ പോട്ട, കല്യാണം എങ്ങനെ മുടക്കും? നമ്മളെ കെട്ടോളന്മാരെ ഏർപ്പാട് ചെയ്യാ. പെണ്ണിനോൽക്ക് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ മുടങ്ങിയില്ലേ? അതിനോല് സമ്മതിക്കോ? സമ്മതിക്കൊന്നോ? നമ്മളെ പെണ്ണുങ്ങൾ ഏതാ മുതൽ പണം എനിക്കും മകനും പുല്ല. പക്ഷേ നമ്മള് വിശ്വാസവഞ്ചന ചെയ്യൂല. കുട്ടിയാൽ ഇപ്പൊ അടുത്തല്ലേ പണക്കാരനായത്. ഓനെക്കാളും 10 കൊല്ലം മുമ്പ് ഞാൻ പണക്കാരനായിക്കണ്. സുബൈറിന് വിസ വാങ്ങി കൊടുത്തത് ഞാനാ. പക്ഷെ ആ നന്ദി തോന്നി നമ്മളോടില്ല. കുട്ടിയാലിയാക്കത് വരുന്നു. ഞാൻ പോവുക. എനിക്ക് കോഴിക്കോട് വരെ ഒന്ന് പോണം. നാട്ടിലെ പണക്കാരമ്പാടുണ്ട്. പക്ഷെ നമ്മക്ക് അതുകൊണ്ടൊരു കാര്യമില്ല. ഹംസ എന്താ ഇവിടുന്ന് പൊട്ടിച്ചത്? കുട്ടിയാലിയാക്ക് എപ്പോഴാണ് പണക്കാരനായത്? ഓ എപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ ഞാൻ പണക്കാരാണെന്ന്. എന്റെ ഒരു പണം ഉണ്ടെങ്കിലേ അതുകൊണ്ട് നാട്ടുകാർക്ക് കാര്യം കിട്ടുന്നുണ്ട്. മൂപ്പർക്കൊണ്ട് ആർക്കെങ്കിലും വല്ല ഗുണമുണ്ടോ? പള്ളീൻ്റെ അറ്റകുറ്റപ്പണിക്ക് നമ്മളെ 5000 കൊടുത്തപ്പോ ഹംസ കൊടുത്ത എത്ര? 250. ചന്ദ്രത്തെ മൈമൂദിന്റെ മോളെ കെട്ടിക്കാനേ ഞാൻ കൊടുത്തത് 1000. ഹംസ കൊടുത്തതോ 100 രൂപ. കട്ടപ്പുറത്തെ മറിയത്തിന്റെ പേരെന്നാക്കാന് ഞാൻ കൊടുത്തത് 2000. ഹംസ കൊടുത്തതോ എത്രയാ? 50 ഉറുപ്പിക. കൊല്ലത്തെ നോമ്പനെ 2 ആ കാര്യം നമ്മള് വാരി. നിങ്ങൾക്കൊക്കെ കിട്ടിയില്ലേ? സക്കാത്തും പൈസ 25 50 കിട്ടാത്ത ഉണ്ടോ നാട്ടില്? മൊയ്തീനെ എനക്ക് എത്ര കിട്ടിയത്? 25 റുപ്യ. നിങ്ങൾ പറ, എനിക്കാണോ ഹംസക്കാണോ നിലയും വില കൂടുതലുള്ളത്? അത് കുട്ടിയാലിയാക്കൊക്കെ തന്നെ. ശരിയാ. എന്നാ പോരി, എന്റെ വക ചായയും നെയ്പടിയുണ്ട്. സുബൈർ ഗൾഫിൽ നിന്ന് വന്ന വകയിലാന്ന് കൂട്ടിക്കോളി. ആയിക്കോട്ടെ, ഇങ്ങനെയെങ്കിൽ സുബൈറിനോട് ഇടയ്ക്കിടയ്ക്ക് വരാൻ പറയാം. അല്ല, ഈ ലീവ് തന്നെയല്ലേ വന്നത്? അതെ. എത്ര മാസം ഉണ്ട്? 4 മാസം. ലീവിന് ശമ്പളം ഉണ്ടാവുമോ? 2 മാസം ശമ്പളം കിട്ടും. എന്നാ പിന്നെ എന്തിനാ ലീവ് 4 മാസം ആക്കിയത്? 2 മാസം പോരാ. സുബൈർ ലീവിന് തന്നെയല്ലേ പോന്ന് പാപ്പ? ലീവ് എത്ര മാസം ഉണ്ട്? 4 മാസം ഉണ്ടെന്നാ അവൻ പറഞ്ഞത്. അമീതേ, ഒന്നവിടെ നിക്ക്. ഒരു കാര്യം ചോദിക്കട്ടെ. ലീവിന്റെ കാര്യം പറഞ്ഞപ്പോ പാപ്പാനോട് ഓനെന്താ പറഞ്ഞേ? 4 മാസം കഴിഞ്ഞാ പോവും. ഹാവൂ, സമാധാനായി. അല്ലുമ്മ,
സുബൈർ ഇനി പോണില്ലേ? 4 മാസം ലീവും കൂടി ഉണ്ട്. ആളിയനേ പൊരപ്പണി തുടങ്ങണമെന്ന് പറയണണ്ടേ. അല്ല പോത്തെ, അന്റെ ആങ്ങളെ സുബേറിഞ്ഞ് പോണില്ലേ? പിന്നെ നിങ്ങളെ മരോട് കുത്തിരുന്നിട്ട് മൂണുങ്ങണ്ടേ? ഞാൻ ഇവിടെ കുത്തിരുന്നിട്ട് 3 നേരം ഉരുട്ടി വീണുങ്ങുണ്ടല്ലോ. പാറിപ്പിച്ചോണ്ടോ ചിന്നോട്. നീ എന്താ പെട്ടെന്ന് പോകാൻ തീരുമാനിച്ചത്? പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. അതൊന്നുമല്ല, നിനക്കെന്തോ ഒരു പ്രശ്നമുണ്ട്. ഒന്നുമില്ല അളിയ. സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ എന്നോട് പറയൂ. എത്രയാണ് വേണ്ടത്? എൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. എനിക്കേതായാലും പോകണം. ഇവിടെ ഞാൻ ഒറ്റക്ക് ജീവിക്കാൻ എനിക്ക് കഴിയില്ല.
എന്നാ പിന്നെ എല്ലാരോടും ഇതിന്റെ വളമൊക്കെ എങ്ങനെയോ ലീക്കായി പോകുന്നുണ്ട്. വെറുതെ പണിയെടുക്കുക. ഡാകാ ഡാകാ. പിന്നെ ലീക്ക് ചെയ്യാൻ പറ്റും. മര്യാദയ്ക്ക് പണിയെടുത്തോ. പിന്നെ പണിയെടുത്തോ. ഞാൻ ഇപ്പം വരും. ഞാൻ പോയി ഞാൻ പണി നിർത്തണ. ആ വീരാനെ അന്റെ ആളിയ സുബൈർ ഗൾഫിൽ നിന്ന് നിൽക്കണല്ലോ. അന്റെ ആളിയ സുബൈർ ഗൾഫിൽ നിന്ന് നിൽക്കണേ. സൂറ സൂറ എന്തേ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് പോന്നത്? ഒരുപട്ടോളെ എന്റെ ആങ്ങള് ഗൾഫിൽ നിന്നിട്ടുണ്ട്. എന്റെ റബ്ബേ, എന്നിട്ട് നിങ്ങൾ ഇത്ര നേരം ഏത് പള്ളിക്കാട്ടിലെ എന്റെ തന്തേ? പറക്കിട്ടുണ്ട്. ഒന്ന് വേഗം ഒരുങ്ങി ഇറങ്ങാൻ നോക്ക്. പോത്തെ എവിടെ പോയി എന്റെ മക്കളൊക്കെ? കളിക്കാൻ പോയതാ. ഓലെ കളി ഇന്ന് കളിച്ച കണ്ടൊരു ദോശോല്. ഇന്ന് എവിടേക്കാ ഞാൻ മണ്ടണ്ടി പഠിച്ചോനെ. ആ പൊട്ടി പൊളിച്ചതിന് മുമ്പ് അവിടെ എത്തിയില്ലെങ്കിൽ അത് മുഴുവൻ ലീക്കായി പോയില്ല. മാരക്കൊത്തന്മാരെ നിക്കവിടെ. ആ അങ്ങനെ കളി ഞാൻ തീർത്തരാം. എന്നാലും ഈ നമ്മളോട് ഇത് ചെയ്യൂന്ന് കരുതിയില്ല. കുട്ടികളെ മുഖത്തേക്ക് നോക്കാൻ പറ്റിയില്ല. വിമാനത്താവളം കാണിച്ചു തരാന്ന് ഓർക്കൊരു പൂത ഉണ്ടാക്കിയ വെറുതെ ആയിപ്പോയി. അളിയൻ വന്നു എന്ന് കേട്ടവൻ തുടങ്ങിയതാ സൂറ കരച്ചില്. വരുന്ന കാര്യം അറിയിച്ചൂടായിരുന്നു എന്ന് ചോദിച്ചിട്ട് ഓള് കരയണത്. സാധാരണ ഗൾഫിൽ നിന്ന് ഒരാൾ വരുമ്പം ആ സംഗതി എങ്ങനെയോ ഇവിടെ ലീക്കാവാറുണ്ട്. ഇപ്രാവശ്യം അതും ഉണ്ടായില്ല. അളിയൻ വരുമ്പോൾ വിമാനത്താവളം കാണിച്ചു കൊടുക്കാൻ ഞാൻ ഉറപ്പ് കൊടുത്തതാ. ഐറ്റിങ്ങൾക്കും ഉണ്ടാവില്ല വിമാനം കാണാനുള്ള ഒരു പൂതി. ഡകാ ഡകാ. എന്തേ അനക്കൊന്നും പറയാനില്ലേ? കൊണ്ടോട്ടി കഴിഞ്ഞ് എയർപോർട്ട് ജംഗ്ഷനിൽ ബസ് ഇറങ്ങി 20 ഉറുപ്പ്യ കൊടുത്ത ഓട്ടോറിക്ഷയിൽ കരിപ്പൂർ എയർപോർട്ടിലെത്താം. ഷാഹിനാക്കും കുട്ടിക്കും ഞാൻ അങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാതെ അതിന് അളിയാൻ വരാൻ കാത്തു നിന്നിട്ടില്ല. നിങ്ങൾക്കൊക്കെ വിമാനത്താവളം കാണാനുള്ള സങ്കടം. എനിക്ക് ഇവിടെ പുറത്തിറങ്ങി നടക്കാൻ വയ്യ. അറിയിക്കാതെ വന്നോണ്ട് ഇവനെ അവിടുന്ന് കയറ്റി വിട്ടാന്ന് ആൾക്കാർ പറയുന്നത്. നാട്ടിൽ എനിക്കൊരു നിലയും വിലയൊക്കെ ഉണ്ടായി വരേനും അതില്ലാണ്ടായി. കുട്ടിയാക്കൊക്കെ ഉറക്കം വരുന്നുണ്ട്. പെട്ടി പൊളിക്കണ കാത്തിരിക്കുക അവലൊക്കെ. ബാളിയ പെട്ടി പൊളിക്കുമ്പോൾ അടുത്തില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. എനിക്കൊരു സാധനം ആവശ്യമില്ല. എനിക്ക് അഭിമാനം വലിയ. ഡകാ ഡകാ. എന്തൊക്കെ കൊണ്ടോന്ന് നോക്കാലോ. പുറത്തേക്ക് ചെല്ല്. സാധനം എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ എടുത്തു വെച്ചാലേ കിട്ടുള്ളൂ. എനിക്കൊന്നും വേണ്ട എന്റെ പൊന്നെ. നിനക്കൊന്നും കിട്ടിയില്ലേ? ഒന്നും എടുക്കരുതെന്നല്ല ഇക്കയുടെ ഓർഡർ. അതുകൊണ്ടാണോ? ഇക്ക പറഞ്ഞതാ ശരി. ഇത്താത്തമാരുടെ ആർത്തി കണ്ടിട്ട് എനിക്ക് അറപ്പ് തോന്നുന്നു. അളിയന്മാർ രണ്ടാളും നിന്ന സ്ഥലത്ത് നിന്ന് അനങ്ങിയിട്ടില്ല. നിങ്ങൾക്ക് എന്താ ഇതിലൊന്നും താല്പര്യമില്ലാത്ത? 5-6 കൊല്ലം ഞാനും ഗൾഫിൽ നിന്നതല്ലേ. ഒരു ഗൾഫുകാരൻ്റെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം. താഹിറയ്ക്ക് നല്ല വിഷമമുണ്ടാവും. വിഷമമുണ്ടാവും, എന്നാലും അവൾ അഡ്ജസ്റ്റ് ചെയ്തോളും. അവളും കൂടി മറ്റുള്ളവരെ പോലെ ആയിരുന്നെങ്കിൽ പാവം സുബൈറിൻ്റെ അവസ്ഥ എന്താവും? പിന്നെ രാവിലെ നേരത്തെ പോകണം. എനിക്ക് നിങ്ങോട്ട് വരാൻ തന്നെ ഇഷ്ടമുണ്ടായിട്ടല്ല.
പിന്നെ ഒരു തെറ്റിദ്ധാരണ വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാ. ഞമ്മള് പോട്ടെ. മാ ഞങ്ങൾ പോവാ. സുബൈറിനോട് ഇന്ന് തന്നെ അങ്ങോട്ടൊന്ന് വരാൻ പറയും. വേഗം വാ. ആ സുബൈർ അതാ വരുന്നേ. ഞങ്ങള് പോവാണ്. നാളെ പോയാ പോരെ? നാളെ പോയാലും ഇന്ന് പോയാലും കണക്കാ. അളിയൊന്ന് അയച്ചിട്ട് വേണ്ടേ ഞങ്ങൾക്ക് കയ്യാന്? വേറെ ആരും സഹായിക്കാനില്ലല്ലോ. ഇവിടെ എന്നാലും ഇന്നത്തെ പണിയും പോവും. ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. ഉമ്മ ഉമ്മ മറ്റേ കാര്യം പറയ്. എന്ത് കാര്യം? എന്റെ കല്യാണക്കാരിയെ. എന്തേ? അതെ, ഇവക്കൊരു കല്യാണം ഉണ്ടാക്കാൻ സുബൈറിനോടൊന്ന് പറയണ്ടേ? വേണ്ട, ഇപ്പം ഉണ്ടണ്ട. ആ ലീക്ക് ബീരാൻ നോക്കി നിൽക്കുന്നുണ്ട്. ഇക്കാര്യം പറയാൻ അടുത്ത ആഴ്ച വന്ന് 2 ദിവസം കൂടെ താമസിക്കും. ആ എന്നാ ഇത് വെച്ചോ. നന്നായി പഠിക്കണം കേട്ടോ. ഇടയ്ക്കൊക്കെ വരണം. സുബൈറെ ഒന്ന് അവിടെ നിക്ക്, ഒരു കാര്യം പറയട്ടെ. അളിയൻ എന്തെങ്കിലും കൊടുത്താളാ. മൂപ്പർക്കൊന്നും ഇഷ്ടല്ല, എന്നാലും ഒരു സന്തോഷല്ലേ. ഇതളിയാ, ഇത് വെച്ചോളി. എന്തിനാ ഇത്? ഇതിപ്പോ എല്ലാവർക്കും കൊടുക്കാണ്ടാവോ? അല്ല, ഇനി പോരെ, റാഹത്തായി. പോകുന്നുണ്ടോ? ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട്. അതേതായാലും നന്നായി. ഷാഹിൻ എന്താ അമ്മ പറയാതെ പോയത്? അന്നെ കൊറേ കാത്തുന്നു. ഈ നേരം വൈകിയോണ്ടാ. നേരത്തെ പോയെങ്കിലല്ലേ കുട്ടിക്ക് സ്കൂൾ പോകാൻ പറ്റുള്ളൂ. 1-2 സ്ഥലത്തെല്ലാം പോയപ്പോ നേരം വൈകി, അതുകൊണ്ടാ. അല്ലെങ്കിൽ സായനാക്കും റസാക്കിനൊന്നും ഇവിടെ വന്നിക്കണ വലിയ താല്പര്യമൊന്നുമില്ല. ഓൽക്ക് തോന്നുമ്പോ എപ്പോഴെങ്കിലും ഒന്ന് വരും. കുറച്ചേരം ഇവിടെ നിന്നാണ്ട് പോവും ചെയ്യും. കായറ, ഇവിടെ വന്നാ. ഇതൊന്ന് അരിഞ്ഞ. നേരം വൈകി പോയിട്ടാ, ഇല്ലെങ്കിൽ ഇതിനേക്കാളും അധികം സാധനം കിട്ടേനി. ഉള്ള സമയം കളിച്ചുകൂടി മോയന്തേ. ഹുസൈൻ അളിയൻ വന്നിട്ടുള്ള മുഴുവൻ ചാക്കിലാക്കി പോയിണതാ. മുണ്ടാതെ അങ്ങോട്ട് നടന്നാണ് നിങ്ങള്. ചേലക്കണ്ട കാര്യം കൊറ്റിയേ. ഞാൻ ഈ സുബൈർ പോണതിന് മുമ്പ് പോയിട്ട് കിട്ടുന്നിടത്തോളം അങ്ങോട്ട് കൊണ്ടുവരാൻ നോക്ക്. അവിടെ നിക്ക്. രണ്ടാളും ഒരു തീരുമാനം ഉണ്ടായിട്ട് ചവിത്തക്ക് കേറിയാ മതി. ജിന്റെ മകനല്ലേ? എനിക്കറിയില്ല. എന്നാല് എനിക്കറിയാ. ജിന്റെ മകനോ ഞാൻ എന്റെ ബാപ്പിയാ. ജിന്റെ മകനോ ഞാൻ എന്റെ ബാപ്പിയാ. ആ ഇത്രമാത്രം ചൂടാൻ ഇവിടെ പന്തുണ്ടായത്? ഇവിടെ ഒന്നും ഉണ്ടായില്ലേ? പെണ്ണുങ്ങൾ ആങ്ങളെ ഗൾഫിൽ നിന്ന് വന്നെന്ന് കേട്ട് ഇജാണ്ട് പായുന്നതിന് മുമ്പ് വയസ്സായ തള്ളനോടും തന്നനോടും ഒന്ന് പറഞ്ഞിട്ട് പോകാൻ തോന്നിയ എനിക്ക്. ഇതപ്പോ വലിയ കാര്യം. ആദ്യം തള്ളിയും തന്തി പൊരൻ്റെ അകത്തൊന്ന് അടങ്ങിയിരിക്കാൻ നോക്കി. തന്ത 24 മണിക്കൂർ ചായ പീടിയാല് ചേക്കുവിന്റെ പുര. വലിയ ചങ്ങായിയാണല്ലോ ചേക്കു. തള്ള 24 മണിക്കൂറും അയൽപക്കത്തെ ടിവിന്റെ മുന്നിൽ. ഇവിടെ നിങ്ങളെ 2ആളെയും തെരഞ്ഞ് ഞാൻ നടക്കണല്ലേ? വയസ്സായ ബാപ്പാനും ഇമ്മാനെയും ഒന്ന് അനുസരിച്ചുകൂടാ എനിക്ക്. വയസ്സായി പറയല്ലാതെ അതിന്റെ ലക്ഷണമൊന്നും കാണില്ലല്ലോ. നിങ്ങളെ പ്രായത്തിലുള്ള ആരെങ്കിലും ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ? എന്റെ വിധി എന്നല്ലാതെ എന്ത് പറയാന്? നിങ്ങളെ കണ്ണൂക്കിന്റെ ഒരു പിടി ചോറ് തിന്നാന് മക്കളായ ഞങ്ങൾക്കുണ്ടാവും ആഗ്രഹം. അത് നിങ്ങളും മനസ്സിലാക്കണം. ഞങ്ങൾക്കാർക്കൊന്നും കൊണ്ടുവന്നില്ല സൂറ. സുബൈർ ഇപ്രാവശ്യം വെറുങ്കയായിട്ട് അമ്മ വന്നത്. വലിയ പെട്ടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടല്ലോ. എന്റെ ഉമ്മ, ആ പെട്ടി നിറയെ മറ്റുള്ളവരെ സാധനങ്ങളായിരുന്നു.
ആങ്ങളെ വന്നിട്ട് ഞമ്മക്കെന്താ മരുവള് കൊണ്ടുവന്ന കുഞ്ഞുകതിയാ? ആനമുട്ട പിഞ്ഞത് നിങ്ങക്ക് വേണ്ടില്ലേനു, എനിക്കും അല്ലേം കിട്ടിയോ? ഈ വയസ്സ് കാലത്ത് എനിക്ക് പോറിയും സാധനമാണല്ലേ? മുണ്ടാണ്ടാടെ കുത്തിയിരുന്നോ? മുണ്ടാതെ. എനിക്കപ്പ വയസ്സായത്, നിങ്ങളിപ്പോ ചെറുപ്പക്കാരനാ. ആ ചെറുപ്പക്കാരൻ തന്നെ. എൻ്റെ ആ ലക്ഷണം കെട്ട മാനില്ലേ, ഓൻ്റെ കണ്ണൂക്കിൻ്റെ ചോറ് ഞാൻ നടക്കുക. ഓൻ്റെ ആ കൊന്ത്രമ്പല്ലി ഞാൻ തട്ടു. ആ കൊന്ത്രമ്പല്ല് ഞാൻ തട്ടും. ജല്ല ഞാൻ തട്ടു. ആരായത്? സുബൈറ, കേറിയിരിക്കെ. പ്രതീക്ഷിച്ചിട്ടില്ലല്ലേ, ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. എന്നാ വന്നത്? 2 ദിവസമായി. പോയിട്ട് 2 വർഷം ആയില്ലല്ലോ. ആ, ഇപ്രാവശ്യം കുറച്ച് നേരത്തെ പോന്നു. നീ ഇരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. പിന്നെ പറയാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ അടുത്ത മാസം 6-ാം തീയതി നാട്ടിലേക്ക് പോവാ. വല്ല കത്തോ കാര്യം എന്തുണ്ടെങ്കിൽ കരുതി വെച്ചോളി. നാട്ടിലേക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ നല്ല വാങ്ങണം. ഇനി 2 ദിവസമേ ഉള്ളൂ, ഉടനെ എത്തിക്കണം. എന്റെ കുട്ടികൾക്ക് ഞാൻ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് ആവശ്യത്തിന്. കുടിക്കേ. മരുമോൻ റിയാദിലാണല്ലേ? സുബൈറിന്റെ ചോദ്യത്തിൽ പരിഹാസമുണ്ടോ? അങ്ങനൊന്നുമില്ല സഫിയാത്ത, ഞാൻ വിവരങ്ങൾ അന്വേഷിച്ചു എന്നുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ കുറേ സംസാരിച്ചതാ. ഗൾഫിനെ കുറിച്ചൊക്കെ സംസാരം വന്നിരുന്നു. പോകാൻ ആഗ്രഹമുണ്ടോ എന്ന് ഞാൻ വെറുതെ ചോദിച്ചു. ഒരിക്കലും പോയില്ലെന്നായിരുന്നു അന്ന് എന്നോട് മറുപടി പറഞ്ഞത്. ഏതോ ഇന്റർവ്യൂവിൽ പങ്കെടുത്തിട്ടാണ് വിസ കിട്ടിയത്. സത്യത്തിൽ വിസ കിട്ടിയതിന് ശേഷമാണ് ഞാൻ വിവരം അറിയണത്. നിങ്ങൾ എതിരൊന്നും പറഞ്ഞില്ലേ? എൻ്റെ മോളെ പോറ്റാനുള്ള ജീവിതമാർഗം തേടി പോകുന്നവനോട് ഞാൻ എന്തെതിര് പറയാനാ? ഇപ്പോൾ വിധിയിൽ കൂടുതൽ വിശ്വാസം എനിക്ക്. പിന്നെ എത്ര കാലം വെച്ചിട്ടാണ് നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കുക? യൂസഫൊക്കെ മരിക്കുമ്പോൾ സമ്പാദ്യം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നിങ്ങളൊക്കെ തന്നെയായിരുന്നില്ലേ ഞങ്ങളുടെ കാര്യം നോക്കിയിരുന്നത്? എന്ത് കടപ്പാടിൻ്റെ പേരിലായാലും കാലാകാലം ഞങ്ങളുടെ കാര്യം നോക്കാൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ. ഇത്രയും കാലം ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ ഞങ്ങളെ നോക്കിയതിന് എങ്ങനെയാ നിങ്ങളോടൊക്കെ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അതൊക്കെ വലിയ കാര്യമാണ് സഫിയാത്ത. അതുപോട്ടെ, നെജിമ വരാറില്ലേ? 2 ആഴ്ച കൂടുമ്പോൾ വന്നു പോകും. അവിടെ ഉമ്മയും വാപ്പയും ഒറ്റയ്ക്കല്ലേ. ബാബു എന്നാ വരിക? എല്ലാ ശനിയാഴ്ചയും വരും. തിങ്കളാഴ്ച രാവിലെ പോകും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സഫിയാത്ത. ഇത് ബാബുവിനുള്ളതാ. ഓ, എന്തിനാ ഇതൊക്കെ? ഇരുന്നോട്ടെ. ബാബു വരുമ്പോ അവനോട് വീട്ടിലേക്കൊന്ന് വരാൻ പറയണം. അത് പിന്നെ പ്രത്യേകം പറയണോ? നീ വന്നോന്നറിഞ്ഞാ അവനങ്ങ് അവിടെ ഓടിയെത്തൂല്ലേ. എന്നാ പിന്നെ ശരി. എന്നാ പിന്നെ ഞങ്ങളും പോട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ആ സുബൈറതാ വരുന്ന. അന്നെ കാണാത്തോണ്ട് ബാപ്പാനോട് കാര്യം പറഞ്ഞ് ഞങ്ങളുടെ ഇറങ്ങിയായിരുന്നു. എന്നാ കയറിയിരിക്കി. ഇനിയിപ്പോ ഇരിക്കണില്ല. വന്ന കാര്യം എന്താന്ന് വെച്ചാല് നമ്മളെ യത്തിങ്ങാനക്ക് പുതിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു. 15 ലക്ഷം ബഡ്ജറ്റ്. അതിലിപ്പോ ഒരു 10 ലക്ഷം ഗൾഫിൽ പോയി പിരിച്ചുണ്ടാക്കണം. അതിന് കാര്യപ്പെട്ട ഒരാളെ അങ്ങോട്ട് അയക്കുന്നുണ്ട്. ബാക്കി നാട്ടിൽ നിന്ന് പിരിച്ചുണ്ടാക്കണം എന്നാ കമ്മിറ്റിന്റെ തീരുമാനം. നാട്ടിലെ പെരുവലും ഇപ്പൊ തരാനുള്ളത് നിങ്ങള് ഗൾഫുകാർ തന്നെയാണല്ലോ. ഏത് 100 ചാക്ക് സിമെന്റ് അന്റെ പേരിൽ കുട്ടിയാലൊക്കെ എഴുത്തത്. 100 ചാക്കോ? 100 ചാക്ക് സിമെന്റ് എനിക്കിപ്പോ വലിയ സംഖ്യ. ഒന്നുമില്ലെങ്കിൽ എത്തി കുട്ടിയേക്ക് വേണ്ടിയല്ലേ? അല്ല, എന്നാ പയ്യ പോണ്? 3-4 മാസം കൂടി ഉണ്ട്. എന്നാ ഞങ്ങള് നിക്കണില്ല. വീട്ടിപ്പടിയിൽ എബ്രായി കുവൈത്ത് നിന്നാണ്. കയ്യിലുള്ളത് തീർന്നതിന്റെ മുമ്പ് ഓനും കൂടി ഒന്ന് കാണട്ടെ. ഇപ്പൊ എന്തേ, ഇറങ്ങണ്ടിയോ ഇറങ്ങിയാ കിട്ടണ്ടിയോ കിട്ടും, അല്ലാത്തോനും ഒട്ടും. ഇത്ര വലിയൊരു സംഖ്യ സംഭാവന കൊടുക്കുന്നതിന് മുമ്പ് ബാപ്പക്ക് എന്നോടൊന്ന് ചോദിക്കായിരുന്നു. ഇതിനു മുമ്പ് എത്രയോ സംഭാവന കൊടുത്തിട്ടുണ്ട്. അവർക്ക് എന്നോട് വെച്ചിട്ടാ കൊടുത്തത്. കൊടുക്കുന്നത് ബാപ്പയാണെങ്കിലും പണം കണ്ടെത്തേണ്ട ബാധ്യത എനിക്കല്ലേ. അതിന് മാത്രം ഞാൻ സമ്പാദിച്ചിട്ടുണ്ടോ എന്ന് ബാപ്പ അന്വേഷിച്ചിട്ടുണ്ടോ എന്നെങ്കിലും? സമ്പാദിക്കാതെ ഗൾഫിൽ 10-12 കൊല്ലം നടക്കാൻ എന്തായാലും പണി.
ഗൾഫ് പോയി വന്നിട്ട് ഓരോരുത്തര് നാടൊട്ടാകെ പറമ്പ് വാങ്ങണ്, എസ്റ്റേറ്റ് വാങ്ങണ്, വലിയ വലിയ വീടുണ്ടാക്കണ്, ബിസിനസ് കൊടുക്കണ്. അനക്ക് മാത്രം എന്താത്തൊന്നും പറ്റൂലേ? ഗൾഫില് മക്കളുള്ള ഓരോ വാപ്പമാര് ഇതിലൊക്കെ നടക്കുന്ന കാണുമ്പോഴേ എനിക്ക് വിഷമുണ്ട്. ഓലൊക്കെ ഇടയിൽ ഞാൻ പിടിച്ചിക്കണത് ഇങ്ങനെ സംഭാവന കൊടുത്തിട്ടാ. ഈ മാലില്ലേ ഇപ്പൊ എനിക്കുള്ള നിലയും വിലയും അനക്കറിഞ്ഞൂടെ? അതിന്റെ ഒരു ആദരവും ബഹുമാനവും അനക്കും കിട്ടണില്ലേ? പിന്നെ എന്താ കുറച്ച് പൈസ ഇറക്കിയായിട്ടുള്ള ചേതോ? ഒരു 250 രൂപ എഴുതിക്കോ. 250 ഉറുപ്പ്യേ? ആന്റെ പഴയ തമാശ ഇതുവരെ ഈ കളഞ്ഞിട്ടില്ലല്ലേ? ഇപ്പൊ കുറച്ച് കുറവാ. കുട്ടിയാലിയാക്കാന്റെ സുബൈർ എത്രയാ തന്നതെന്നറിയാം എനിക്ക്? 100 ചാക്ക് സിമെന്റ്. സുബൈറിനെ കുറിച്ചുള്ള പോലീസ് എനിക്ക് കേൾക്കണ്ട. എനിക്കറിയേണ്ടത് യത്തീംഖാനക്ക് വേണ്ടി ഈ നാട്ടുകാർ എത്ര രൂപ സംഭാവന നൽകിയെന്നാണ്. തട്ടാങ്കുന്നല ഹുസൈനെ എത്ര രൂപ തന്നത്? 500 ഉറുപ്പ്യ മൂപ്പര ആദ്യം തന്നത്. ഇനി എനിക്കൊന്നും പറയാനില്ല. എൻ്റെ വക 50 രൂപ ആയിരിക്കും. 250 പോയിപ്പോ 50 ആയോ? ആ, അത് തന്നെ വളരെ കൂടുതലാ. കോഴിക്കോട് വലിയങ്ങാടിയിൽ ഹോൾസെയിൽ കച്ചവടവും നാട് മുഴുവൻ റബ്ബർ എസ്റ്റേറ്റും തെങ്ങിൻ തോട്ടവുമുള്ള ഹുസൈനാജി സംഭാവന നൽകിയത് 500 രൂപയാണെങ്കിൽ 50 രൂപയിലധികം തന്ന് ഒരു യത്തീംഖാന നടത്തണമെന്ന് ഇബ്രാഹിക്ക് യാതൊരു നിർബന്ധവുമില്ല. ബാധ്യത മുഴുവൻ ഗൾഫുകാരന്റെ പിടലിക്കിട്ട് നിങ്ങൾ അങ്ങനെ സേവനം ചെയ്യണ്ട. നിങ്ങളൊക്കെ ഗൾഫുകാരാന്നുള്ള കാര്യം എന്ന് മുതൽക്ക് അങ്ങക്ക് ബോധം വെച്ചു തുടങ്ങിയത്? നാട്ടിക്ക് വന്നാല് നിങ്ങൾ കാണിക്കണ ഹുങ്കും നടപടിയും കാണുമ്പോ നാട്ടുകാരായ ഞങ്ങളെന്താ മനസ്സിലാക്കേണ്ടത്? ഇവിടെ ഇറങ്ങിയ പിറ്റേന്ന് തന്നെ വാടകയ്ക്ക് ഒരു കാറും വാങ്ങി ചങ്ങായിമാരെയും കൂടി തെക്ക് വടക്ക് ചീറിപ്പായുമ്പോ നിങ്ങളെ തടഞ്ഞു നിർത്തി ആദരിക്കണോ നാട്ടുകാര്? ഇവിടുത്തെ പല ഗൾഫുകാരും വീടുകൾ എങ്ങനത്തതാ? ആരെ തോൽപ്പിക്കാനാ ഈ കൂട്ടർ ഇത്ര വലിയ ബംഗ്ലാവ് ഉണ്ടാക്കണത്? ഇവരെ പെണ്ണുങ്ങൾക്ക് ഷോപ്പിങ്ങിന്റെ പേരും പറഞ്ഞ് നാണല്ലാതെ അങ്ങാടി കൂടെ ഇറങ്ങാൻ പണം അയച്ചു കൊടുക്കുന്നത് ആരാ? നാട്ടുകാരാ? നാട്ടിലേക്ക് വന്നിട്ട് പാവപ്പെട്ട നാട്ടുകാരെ മുമ്പിൽ സകല പൊങ്ങച്ചോം പത്രാസും കാട്ടാൻ ഇക്കൂട്ടർക്ക് ഒരു മടിയുമില്ല. എന്നിട്ട് യത്തീംഖാനക്കോ പള്ളിക്കോ വല്ല സംഭാവനയും ചോദിക്കുമ്പോ മരുഭൂമിയിൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണത്തിന്റെ വില ഞങ്ങളെ വല്ലാതെ പഠിപ്പിക്കരുത്, അത് ഞങ്ങൾക്ക് അറിയൂല. പിന്നെ ഹുസൈനാജി കൊടുക്കുന്ന സംഭാവനന്റെ കാര്യം, അതിന്റെ വലിപ്പം ചെറുപ്പം ചോദ്യം ചെയ്യാൻ മാത്രം വളർന്ന ആൺകുട്ടികളൊന്നും ഇന്നാട്ടിലില്ല. ബ്രയെ, ഈ എന്തിനാ ആവശ്യമില്ലാത്ത വർത്തമാനത്തിന് പോയത്? ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. നിങ്ങളൊക്കെ നാട്ടുകാരാണല്ലോ, ഞാൻ ഗൾഫുകാരനും. നമ്മൾ രണ്ടും രണ്ടാണെന്ന് ഇപ്പം മനസ്സിലായി. ആചാര്യ പറഞ്ഞാലും ശരിയില്ലേ? അങ്ങനത്തെ ഗൾഫുകാരുണ്ടായിരിക്കും, പക്ഷെ ഞാൻ അങ്ങനെയാണോ? ആചാര്യ പൊതുവെ പറഞ്ഞതായിരിക്കും. അത് ശരിയാ. അങ്ങാടിയിൽ വെച്ച് ഇന്നെ മുൻനിർത്തി പറഞ്ഞൊക്കെ പൊതുവെ പറഞ്ഞായിരിക്കും. എന്നാ പിന്നെ നിനക്കത് അവിടെ വെച്ചിട്ട് തന്നെ ചോദിച്ചൂടായിരുന്നോ? അതിനുള്ള ധൈര്യം എനിക്ക് ഇല്ലാന്ന് കൂട്ടിക്കോ. പിന്നെപ്പോ അടുത്ത മാസം തിരിച്ചു പോണ ഞാനായിട്ട് നാട്ടിലെന്തിനാ വെറുതെ ഒരു വർത്താനം ഉണ്ടാക്കണത്? പണ്ടത്തെ ഇബ്രായി അല്ല ഇപ്പം ഞാൻ. സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ പഠിച്ചുപോയി. ഗൾഫിൽ പോയതുകൊണ്ട് അങ്ങനെ ഒരു നേട്ടം കിട്ടി. അല്ലെങ്കിലും ഗൾഫുകാരെ കുറിച്ച് 2 കാര്യം നാട്ടുകാർക്ക് അറിയേണ്ടുള്ളൂ: എന്നാ വന്നത്, എന്നാ പോണത്. 12 വർഷത്തിനിടയിൽ 5ാമത്തെ വരവാണിത്. ജീവിതത്തിന്റെ നല്ല 12 വർഷങ്ങൾ നഷ്ടപ്പെട്ടു എന്ന സമാധാനമുണ്ട്. നീ 2ാമത് നാട്ടിലേക്ക് വരുന്നതിൻ്റെ തൊട്ടു മുമ്പാ ഞാൻ കുവൈത്തിലേക്ക് പോകുന്നത്. ഇതിപ്പോൾ എൻ്റെ 3ാമത്തെ വരവാ. നീ ഇപ്പം നാട്ടിൽ വരുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ശരിക്കും എനിക്ക് ലീവ് 6 മാസം കൂടി കഴിഞ്ഞിട്ടാ. ഞാൻ നേരത്തെ പോകുന്നതേ ഉള്ളൂ, അതുകൊണ്ട് തമ്മിൽ കാണാനായി. തിരിച്ചു പോക്കെന്നാ? തിരിച്ചു പോണില്ല. തമാശ വിട്. തമാശയല്ല, കാര്യം പറഞ്ഞതാ. തിരിച്ചു പോകാതിരിക്കാൻ മാത്രം നിനക്ക് സമ്പാദ്യം എന്താ ഉള്ളത്? അസുഖം. 12 വർഷത്തെ പ്രവാസ ജീവിതത്തിനിടയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്പാദ്യം. ഹാജരെ, ഞങ്ങൾ ഇവിടെ ഇറങ്ങിക്കോളാം. എന്നാ ഞങ്ങള് വരട്ടാചാരെ. ആ അല്ല, കുട്ടിയേലി എത്രയാക്ക് സിമെന്റാ വാഗ്ദാനം ചെയ്തത്? 100 ചാക്ക്. എന്നാലേ അത് 2 ചാക്ക് മതി. അല്ല, അതിപ്പാചാരെ നമ്മള് എന്തേ ബുദ്ധിമുട്ടുണ്ടോ? അത് കുട്ടിയാലേക്കപ്പം അങ്ങനെ തന്ന സ്ഥിതിക്ക്
വാഗ്ദാനം ചെയ്തത് കുട്ടിയാലി. പക്ഷേ പൈസ കൊടുക്കേണ്ടത് ആരാ? സുബേർ. ഓൻ്റെ അവസ്ഥ എന്താ നിങ്ങൾക്കറിയോ? സ്വന്തം ബാപ്പാക്കറിയില്ല, എന്നിട്ടല്ലേ നിങ്ങൾക്ക്? കുട്ടിയാലി എന്ന് പറയണോൻ പൊങ്ങച്ചത്തിന് കയ്യും കാലും വെച്ചോനാ. പോട്ടെ, ഇപ്പൊ കുവൈത്തിൽ നിന്ന് വന്ന ഇബ്രാഹിമിന്റെ സ്ഥിതി എന്താ? ഏതോ ബിസിനസിന്റെ പേരിൽ സ്നേഹിതന്മാർ അവനെ പറ്റിച്ച് മുങ്ങി. നുള്ളിപ്പെറുക്കി ഒരുമിച്ച് കൂട്ടിയ പണം മുഴുവൻ പോയി. ഇപ്പൊ കയ്യിലൊന്നും ഇല്ലാതെയാണ് അവൻ നാട്ടിക്ക് വന്നിട്ടുള്ളത്. പക്ഷേ ഇതൊന്നും ഗൾഫുകാർ പുറത്ത് കാണിക്കൂല. അപ്പൊ എന്റെ 10,000-നേക്കാളും വില ഉണ്ട് ഓൻ്റെ 50-ന്. അപ്പൊ പിന്നെ അങ്ങാടിയിൽ വെച്ച് ആജിയാര് പറഞ്ഞതൊക്കെ അതിന്റെ കിബർ കൊണ്ടാന്ന് കൂട്ടിയാൽ മതി. ഒരു ചെറുപ്പക്കാരന്റെ മുമ്പിൽ തോറ്റു കൊടുക്കൂല എന്നുള്ള കിബർ. അങ്ങനെയാണെങ്കിൽ ഇപ്പോ പിരിവ് മുന്നോട്ട് പോകും തോന്നണില്ല. മുന്നോട്ട് പോകും. ആളുകളുടെ അവസ്ഥ മനസ്സിലാക്കി പിരിപ്പിച്ചാൽ മതി. പുറത്ത് നമ്മൾ കാണുന്ന അവസ്ഥയാവൂല അകത്തുള്ളത്. പ്രത്യേകിച്ചും ഗൾഫുകാരുടെ കാര്യം. എല്ലാ ഗൾഫുകാരും ഇപ്പൊ അങ്ങനെയാണ് ആചാര്യ. അല്ല, അതുകൊണ്ട് തന്നെ എല്ലാ ഗൾഫുകാരെയും നമ്മളും ഒരുപോലെ കാണരുത്. അതൊക്കെ ഇപ്പോ അത്ര വലിയ സൂക്കാവണം പറയേ. അതിനുള്ള ചികിത്സ ഇപ്പം ഗൾഫ് കിട്ടൂലേ? അവിടെ കിട്ടാത്തോണ്ടാണല്ലോ 2 കൊല്ലം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ സുബൈർ നാട്ടിലേക്ക് മടങ്ങിയത്. ആര് പറഞ്ഞപ്പോ ആള് കിട്ടൂലെന്ന്? എന്നിട്ട് ഗൾഫ് പോയാലൊക്കെ സൂക്കാടാമോ ഇങ്ങോട്ട് വരില്ല. ഓൻ്റെ അസുഖത്തിന്റെ ഗൗരവം അറിയാത്തോണ്ടാ നിങ്ങൾ ഇങ്ങനെ പറയണത്. അതൊക്കെ എനിക്കറിയാം. ഞാൻ ഒരുപാട് സൂക്കേട് കണ്ടോനാ. കാലത്തേ സൂക്കേടും ചികിത്സ ഉണ്ട്. ഇത് മരുന്ന് കഴിച്ചാൽ മാറുന്ന അസുഖമല്ല കുട്ടിയിലേക്കാ. ഓപ്പറേഷൻ നിർബന്ധമാണ്. ആര് പറഞ്ഞ്? ചില ഡോക്ടർമാർ ആവശ്യമെങ്കിലും പറയും ഓപ്പറേഷൻ വേണമെന്ന്. അങ്ങനത്തെ പല സൂക്കേടുമാര് ചരിത്രം ഉണ്ടെന്ന്. അതിന് വിവരമുള്ള ഡോക്ടർമാർ കാണിക്കണം ആദ്യം. അല്ല, വിസ ക്യാൻസൽ ചെയ്തിട്ടാണോ ഓൻ പോകുന്നത്? വിസക്ക് 6 മാസത്തെ കാലാവധി കൂടി ഉണ്ട്. അതിനിടക്ക് വേണമെങ്കിൽ പോകാം. 6 മാസത്തില് 1 മാസമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി 5 മാസം കൂടിയില്ലേ? പക്ഷെ ലീവ് 2 മാസമേ ഉള്ളൂ. അതൊരു 6 മാസമാക്കി കിട്ടാൻ മതി. പറഞ്ഞ ഡേറ്റിന് തിരിച്ചെത്തിയിട്ടില്ലെങ്കിൽ ആ ജോലി പോകും. അങ്ങനെയാണ് ലീവ് നീട്ടുന്നത്. വലിയ അർത്ഥമൊന്നുമില്ല. ഇവിടെ പള്ളത്തിനുണ്ടോ ആരാ നോക്കാൻ? എൻ്റെ കൂടെ കഴിയൂല. 10-12 കൊല്ലം ഗൾഫിൽ പോയെന്നല്ലാതെ ഓനക്ക് എന്താ ഒരു നേട്ടോ? അതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് ഓനക്ക്. എനിക്ക് സമ്പാദ്യമല്ല, ശരിയാ. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ സുഖമായി ജീവിക്കണ്ടല്ലോ. വാടകപ്പുരയിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് താമസം മാറ്റാൻ എനിക്ക് വന്ന ചിലവ് 6 വർഷം കൊണ്ടാണ് ഞാൻ വീട്ടിയത്. പിന്നെ മൂത്ത 2 പെങ്ങന്മാരുടെ വീട് പണി തകൃതിയായിരുന്നു. ചെലവിൻ്റെ 3/4 ഭാഗവും എൻ്റെ തലയിൽ അവർ കെട്ടിവെച്ചത്. പഴയ പെട്ടിക്കടയിൽ നിന്ന് ഇപ്പോഴുള്ള വലിയ ഷോപ്പിലേക്ക് ജ്യേഷ്ഠനെ മാറ്റാൻ എത്ര രൂപയാണ് എനിക്ക് ചിലവായതെന്ന് നിനക്കറിയോ? അനിയനാണെങ്കിൽ വിസ ശരിയാക്കി കൊടുക്കാത്തതിലുള്ള പരാതി. അല്ല, നിന്റെ ജ്യേഷ്ഠനിപ്പോൾ നല്ല ബിസിനസ്സാണല്ലോ. അവനോടാണ് കാര്യങ്ങളൊക്കെ പറയാൻ നല്ലത്. ഒരു പ്രയോജനമില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഗൾഫിൽ നിന്ന് കിട്ടുന്ന അത്രയും സംഖ്യ അവനിവിടെ കച്ചവടത്തിലൂടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവനിവിടെ വീട് വെച്ച് കുടുംബത്തോടൊപ്പം സുഖമായി കഴിയുന്നു. അപ്പോഴും ബാധ്യത മുഴുവൻ എൻ്റെ തലയിലാണ്. ആഴ്ചയിൽ ഒരിക്കൽ അവൻ ബാപ്പാക്ക് 100 രൂപ കൊടുക്കും. കൊല്ലത്തിൽ ഉമ്മക്കൊരു കൂട്ടൻ ഡ്രസ്സും. ഇതാണ് അവൻ്റെ ആകെ ചെലവ്. വളരെ ചെറിയ ആവശ്യങ്ങൾക്ക് പോലും വീട്ടുകാർ എനിക്ക് കത്തെഴുതിക്കൊണ്ടിരിക്കും. ജ്യേഷ്ഠൻ വിചാരിച്ചാൽ അതൊക്കെ അവന് പരിഹരിക്കാവുന്നേ ഉള്ളൂ. ആരോട് പറയാൻ? നിന്റെ ജ്യേഷ്ഠനോട് ഇക്കാര്യം ഞാനൊന്ന് സംസാരിക്കുന്നുണ്ട്. അത് പിന്നീടാകാം. അതിനു മുമ്പ് നമുക്ക് ഡോക്ടറെ ഒന്ന് കാണാം. നിങ്ങൾക്ക് എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട്? 1 വർഷത്തോളമായി ചികിത്സ തുടങ്ങിയിട്ട്. എക്സ്റേയും സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും എല്ലാം ഒരിക്കൽ കൂടി ചെയ്യേണ്ടി വരും. അതിനുശേഷമേ ഓപ്പറേഷനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റൂ. ഓപ്പറേഷൻ ചെയ്യാതെ മറ്റു മാർഗമൊന്നുമില്ലേ ഡോക്ടർ? ഓപ്പറേഷൻ നിർബന്ധമാണ്, പക്ഷെ പെട്ടെന്നുണ്ടാവില്ല. ചുരുങ്ങിയത് 1 വർഷമെങ്കിലും ഈ മരുന്ന് കഴിക്കണം. അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയണമെങ്കിൽ ടെസ്റ്റുകളൊക്കെ ഒരിക്കൽ കൂടി ചെയ്യേണ്ടി വരും. ഏതായാലും ഈ മരുന്ന് മുടങ്ങാതെ കഴിക്കണം. 1 മാസം മരുന്ന് കഴിച്ചതിന് ശേഷം ടെസ്റ്റിൻ്റെ റിസൾട്ടുമായി വരണം. ഓപ്പറേഷൻ വലിയ ചെലവ് വരുന്നതാണോ ഡോക്ടർ? 1 ലക്ഷത്തോളം രൂപ ചെലവ് വരും. വരുമാനം കുറഞ്ഞവർക്ക് ഞങ്ങൾ ചില ഇളവുകളൊക്കെ കൊടുക്കാറുണ്ട്. നിങ്ങൾക്കത് ബാധകമല്ലല്ലോ, നിങ്ങൾ ഗൾഫുകാരനല്ലേ. ആ കുട്ടിക്ക് എന്താ വേണ്ടി വെച്ചാ കൊടുക്ക്. ഇക്കതൊന്ന് കൂട്ടി. പഞ്ചാര 3, പഞ്ചാര 3, ഉള്ളി 500,
ഉള്ളി 500, മുളക് 250, മുളക് 250, മല്ലി 500, മല്ലി 500, തക്കാളി 200. അമീദ്ക്ക, തക്കാളി 200. ഒന്ന് പുറത്തേക്ക് വരുമോ? ഒരു കാര്യം പറയാനുണ്ട്. ലേശം തിരക്കിലാണല്ലോ. ഒരു 2 മിനിറ്റ് മതി. ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യുക? പ്രൈവറ്റ് ഹോസ്പിറ്റൽ നമുക്ക് താങ്ങൂല. മെഡിക്കൽ കോളേജിൽ വെച്ച് ഓപ്പറേഷൻ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതാ നല്ലത്. പൈസ വേണ്ടല്ലോ. എന്നാലും ഒരു നല്ലൊരു സംഖ്യ, ഏകദേശം 60,000 റുപ്യ. പൈസൻ്റെ കാര്യം പ്രശ്നമല്ല, അത് എത്ര വേണമെങ്കിലും ഓൻ്റെ അടുത്തുണ്ടാവും. പക്ഷെ ആ വിസ ക്യാൻസലായി പോയാൽ എന്താ ചെയ്യുക? ഓനൊരു പെണ്ണും കുട്ടിയൊക്കെ ഉള്ളതല്ലേ. ഒരേ കുത്തിയിരുന്നാൽ ആരാ നോക്കുക? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സുബൈറിൻ്റെ അസുഖം പൂർണ്ണമായി സുഖമാവുന്നത് വരെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അവനിപ്പോൾ പൂർണ്ണമായ വിശ്രമവും മനസ്സമാധാനവും ആവശ്യമായ സമയമാണ്. ഈ എന്താണ് ഈ പറയുന്നത്? ഞാനിപ്പോൾ ഒരു സ്വന്തം പരക്കാരനാ. അതിൻ്റെ പുറമെ തറവാട്ടിലെ കാര്യങ്ങളും കൂടി നോക്കാൻ എനിക്ക് എവിടുന്നാ വരുമാനം? വേണ്ട, ചെറിയൊരു പെട്ടിക്കട ഇത്ര വലിയൊരു ഷോപ്പാക്കി മാറ്റാൻ സുബൈർ തന്ന 1.5 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? നല്ലൊരു സമ്പാദ്യം ഉണ്ടല്ലോ ബാങ്കിൽ. തിരിച്ചു കൊടുക്കാൻ കടം തന്നൊന്നുമല്ലാതെ എന്നെ സഹായിച്ചതാ. ആ സഹായം തിരിച്ച് അങ്ങോട്ടും ചെയ്തൂടെ എന്നാണ് എൻ്റെ ചോദ്യത്തിന്റെ അർത്ഥം. അതിനിപ്പോൾ അവന് സാമ്പത്തിക പ്രയാസമൊന്നും ഇല്ലല്ലോ. സത്യം പറഞ്ഞാൽ അവന്റെ കയ്യിൽ കാശൊന്നുമില്ല. പിന്നെ അവന്റെ കാശൊക്കെ എവിടെ പോയി? 10-12 കൊല്ലം ഗൾഫിൽ പോയി പണിയെടുത്തിട്ട് പൈസ ഇല്ലാന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇത്തിരി പുളിക്കും. നിങ്ങൾക്ക് രണ്ടാക്കും പുതിയ എന്തോ പദ്ധതി ഉണ്ട് എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. നിങ്ങൾ പോയിക്കോ, നിങ്ങളുടെ ബിസിനസ് നടക്കട്ടെ. ഞാനിപ്പോ എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചു പറയാൻ നിങ്ങൾക്കൊന്നും ബാക്കിയുണ്ടാവില്ല. മനസ്സുകൊണ്ട് നിങ്ങളെ ഞാൻ എന്നോ ചവിട്ടിയതാ. ഇനി എന്റെ കാലുകൊണ്ട് ആ പണി ചെയ്യിക്കരുത്. എനിക്ക് തോന്നുന്നത് ഓള് മന്ത്രിച്ചു കൊടുത്തു ഓന്റെ പോക്ക് മുടക്കിയതാണെന്നാ. പെണ്ണുങ്ങൾ മന്ത്രിച്ചെടുത്തോ കേട്ട് ഇവിടെ കുത്തിരിക്കണെങ്കിലേ 3 നേരം തിന്നാനുള്ള ഉണ്ടാക്കണം ആദ്യം. എന്ത് മണ്ണാകട്ടെ അവൻ സമ്പാദിച്ചത്. ഇപ്പൊ വായ്പ വാങ്ങി നടക്കാൻ അവന്റെ പണി. ഞാനാണെങ്കിൽ ഇക്കൊല്ലം 5 രൂപ നാട്ടാട് മുഴുവൻ പറയും ചെയ്ത് എന്റെ മാനം വാങ്ങി ബാക്കി എന്താ വേണോ? 4 കൊല്ലം എനിക്കൊരു വിസ ശരിയാക്കാൻ അവനോട് പറയണ്. ഞാനിപ്പോൾ ഗൾഫിലായിരുന്നെങ്കിലേ നിങ്ങളെ മാത്രമല്ല ഉമ്മാനെയും കൂടി ഞാൻ ഹജ്ജിന് കൊണ്ടുപോയായിരുന്നു. എൻ്റെ ചങ്ങായിമാർക്ക് പലർക്കും വിസ ശരിയാക്കിയത് പോലെ ഏട്ടന്മാരാ. അതിനും വേണൊരു യോഗം. ഇതിപ്പോൾ പറയണവർക്ക് ജ്യേഷ്ഠൻ ഗൾഫിൽ. അതിൻ്റെ എന്തെങ്കിലും ഒരു ഗുണം എനിക്കുണ്ടോ? ഇപ്പോൾ അതാ ഒരു മൊബൈൽ ഫോൺ കൊണ്ടുവന്നിക്കണ്. ക്യാമറ ഉള്ള ഫോണാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉപയോഗിക്കണത്. ഞാനായിട്ടത് കുപ്പയിലേക്ക് വലിച്ചെറിയാത്തത്. ഒന്ന് പതുക്കെ പറഞ്ഞോ, ഓപ്പ് ഇങ്ങോട്ട് വരൂ. വന്നാലെന്താ, ഞാൻ പറയാനുള്ളത് പറയും. ഇനിയിപ്പോൾ എനിക്കും എൻ്റെ വിസ വേണ്ട. അതെന്താ ഈ ഫോണില്ലേ? ആ, വിസ കിട്ടാൻ വേറെ വഴിയൊക്കെ ഉണ്ട്. അതെന്താന്നാ ചോദിച്ചത്? ബ്രോക്കർ പറഞ്ഞതാ കല്യാണം കഴിച്ച വിസ ശരിയാക്കി തരാന്ന്. നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ അത് തരക്കേടില്ലല്ലോ. തരക്കേടുണ്ടോ ഇല്ലയോ എന്ന് പറയാറായിട്ടില്ല. നമ്മുടെ നെൽക്കും വെൽക്കും ചേർന്നതും കൂടിയാണോ നോക്കണം. സുബൈർ ചാടിയ മാതിരി ഓയത്തിൽ ചെന്ന് ചാടണ്ട. ഏതായാലും ബ്രോക്കർ മറ്റേ ഇന്നൊരു തീരുമാനിക്കാം. ഇതൊന്നും ഇപ്പൊ സുബൈർ അറിയണ്ട. കല്യാണം ഓൻ പോയിട്ട് ഉറപ്പിക്കാം. കല്യാണത്തിന്റെ ചെലവൊക്കെ നോക്കാം ഓനല്ലാണ്ടപ്പോ ആരാ ഉള്ളേ? അപ്പൊ ഓൻ ഇനി പോണില്ലാന്ന് പറഞ്ഞ എന്നോടല്ലേ? എന്താ എല്ലാരും കൂടി ഇവിടെ പുറത്തിരിക്കുന്നേ? ഒന്നുമില്ല, വെറുതെ വർത്താൻ പറഞ്ഞിരിക്കാണ്. നീ എന്താ കരയാ? കരച്ചിലൊന്നിനും ഒരു പരിഹാരമല്ല. എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഈ കരച്ചിലണക്ക. പെണ്ണുങ്ങൾക്ക് തോന്നുമ്പോ കരയാ. ഞങ്ങൾക്കൊക്കെ ഒന്ന് കരയണമെങ്കിലേ ആരെങ്കിലും മരിക്കണം. ആണായിപ്പോയില്ലേ? പിന്നെ ഞാൻ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. തിരിച്ചു പോവേ? സുഖമില്ലാത്ത അവസ്ഥയിൽ തിരിച്ചു പോവേ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ സമ്മതിക്കില്ല, എനിക്ക് ഇഷ്ടമല്ല. കടം വാങ്ങിയിട്ടാണെങ്കിലും ശരി കുറച്ച് കാശ് കൊടുക്കാൻ ഞാൻ തയ്യാർ. ഇനി അവൻ്റെ അസുഖം ഭേദമായാൽ
പുതിയൊരു വിസ സംഘടിപ്പിച്ചു കൊടുക്കാനും എനിക്ക് പറ്റും. ഇതിൽ കൂടുതൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ കുറേ പറഞ്ഞു നോക്കി. എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചോളാൻ നിർബന്ധിച്ചു. ഇനിയും പറയാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഉണങ്ങാത്ത മുറിവുകൾ ഏറ്റിട്ടുണ്ട് അവൻ്റെ മനസ്സ് നിറയെ. അവനെനിക്കറിയാം, എല്ലാം മനസ്സിലൊതുക്കുന്ന പ്രകൃതമാണ്. ഒരു വഴിക്ക് ചിന്തിച്ച അവൻ പോകുന്നത് തന്നെയാണ് നല്ലത്. ഗൾഫിലാവുമ്പോൾ അല്പം സ്നേഹം കൊടുക്കാൻ കൂട്ടുകാരെങ്കിലും ഉണ്ടാവും. നിങ്ങൾ വരികയാണെങ്കിൽ നമുക്കൊന്നുകൂടി സംസാരിച്ച് നോക്കാം അവനോട്. അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ തന്നെ വീട്ടിലേക്ക് വരാം. ആ ടിക്കറ്റ് ഓക്കെയാണ്. മറ്റന്നാൾ 12 മണിക്കാണ് ഫ്ലൈറ്റ്. പെട്ടെന്ന് റെഡി ആയിക്കോ. എന്നാ ശരി. ടിക്കറ്റ് എടുത്തു എന്നുള്ളതൊരു കാരണമല്ല. ഇതിപ്പോഴും ക്യാൻസൽ ചെയ്യാവുന്നതേ ഉള്ളൂ. നീ ഇപ്പോൾ പോകാൻ പാടില്ല. നിനക്ക് എന്താ അതൊന്നും പറഞ്ഞിട്ട് മനസ്സിലാകാത്തത്? നീ ആ ടിക്കറ്റും കൊണ്ടാ, ഞാൻ കൊണ്ടുപോയി ക്യാൻസൽ ചെയ്യാം. ചിന്തിക്കാനൊന്നുമില്ല, ഇങ്ങോട്ട് കൊണ്ടാ. ടിക്കറ്റ് കിട്ടിയില്ലേ? ഇനിങ്ങനെ തണുത്താൻ പറ്റൂല. പോവാനുള്ള ഒരുക്കങ്ങൾ നോക്കി ബ്രയ്യേ. ഓനോൻ ചൂടാക്ക്. ഓനാളെ ഒരു തണുപ്പനാ. സ്വപ്നങ്ങൾ നെയ്തൊരു മനസ്സേ, നിന്റെ മോഹങ്ങൾ വ്യാമോഹമായിരുന്നു. സ്വന്തം കുടുംബത്തിനായി നിന്റെ ജീവിതം ബലിയാവുകയായിരുന്നു. ഉരുകും മെഴുകുതിരി പോലെ ഉരുകിത്തീരുകയായിരുന്നു. സ്വപ്നങ്ങൾ നെയ്തൊരു മനസ്സേ, നിന്റെ മോഹങ്ങൾ വ്യാമോഹമായിരുന്നു. ഒരുപാട് മോഹന സ്വപ്നവുമായി കടൽ കടന്നു കുടുംബം പോറ്റാൻ. ഓരോ പ്രയാസവും നേരിട്ട മരുഭൂവിൽ ഒരേയൊരു ലക്ഷ്യം നിറവേറ്റാൻ. സ്വന്തം സമ്പാദ്യങ്ങളെല്ലാം നിർലോഭമായി നാട്ടിലേക്കൊഴുക്കുകയായിരുന്നു. സ്വന്തക്കാർ ബന്ധക്കാർ ഒന്നായ ജീവിതം പങ്കിട്ടെടുക്കുകയായിരുന്നു. സ്വപ്നങ്ങൾ നെയ്തൊരു മനസ്സേ, നിന്റെ മോഹങ്ങൾ വ്യാമോഹമായിരുന്നു. ആയുസ്സും ആരോഗ്യം എല്ലാം നശിച്ചാലും സ്വന്ത ബന്ധങ്ങളുടെ തണലിൽ നിൽക്കാൻ
ഓമൽ പ്രതീക്ഷയുമായി ഓടിയെത്തി നാട്ടിൽ ശിഷ്ടമുള്ള ജീവിതം നയിക്കാം. സേവനം ചെയ്തവൻ നാടിനും നാട്ടാർക്കും എല്ലാം മരീചികയായിരുന്നു. എല്ലാവരും ചേർന്നിട്ടിന്നോളമീ എന്നെ കറവ പശുവാക്കുകയായിരുന്നു. സ്വപ്നങ്ങൾ നെയ്തൊരു മനസ്സേ, നിന്റെ മോഹങ്ങൾ വ്യാമോഹമായിരുന്നു. സ്വന്തം കുടുംബത്തിനായി നിന്റെ ജീവിതം ബലിയാവുകയായിരുന്നു. സ്വപ്നങ്ങൾ നെയ്തൊരു മനസ്സേ, നിന്റെ മോഹങ്ങൾ വ്യാമോഹമായിരുന്നു. എന്റെ മകനെ ഈ തിരിച്ചു പറഞ്ഞാച്ചൂലേ കുട്ടിയലിയെ? ഓ ഇവിടെ എന്നിട്ട് എന്താക്കും ആചാരെ? എന്തുകൊണ്ടാണോ തിരിച്ചു പോണില്ല എന്ന് പറഞ്ഞ ഈ അന്വേഷിച്ചോ? എന്തോ ഒരു ചെറിയ അസുഖം ഉണ്ടായിരുന്നു. അത് ചെറിയ അസുഖമൊന്നും അല്ലായിരുന്നു കുട്ടിയലിയെ, ശരിക്ക് ശ്രദ്ധിക്കേണ്ട അസുഖമായിരുന്നു. ചികിത്സിക്കാൻ പണമില്ലാത്തോണ്ടായിരുന്നെങ്കിൽ എനക്ക് എന്നോട് ചോദിക്കായിരുന്നു. സംഗതി ഞാൻ പിസ്കനാ. എന്നാലും 10-15 കൊല്ലം എനിക്കും വേണ്ടി ഈ വല്യങ്ങാടിയിൽ ലോഡിറക്കിയ ആളല്ലേ. ആ അവകാശം വെച്ച് തന്നെ എനിക്ക് എന്നോട് ചോദിക്കായിരുന്നു. എങ്ങനെ ചോദിക്കൂല്ലേ? ഇയ്യിപ്പോൾ വലിയ മുതലാളിയായി പോയില്ലേ. മകൻ പണയക്കാൻ തുടങ്ങിയ അന്ന് മുതൽ പിന്നെ ഈ പണിക്കും വന്നിട്ടില്ലല്ലോ. പിന്നെ ഞാൻ കൊടുക്കണേക്കാട്ടിലും വലിയ സംഖ്യ സംഭാവന കൊടുത്ത് ഇന്നെ തോൽപ്പിക്കാനായിരുന്നല്ലോ എനക്ക് മോഹം. അതിച്ച് സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ പണമായിരുന്നെങ്കിൽ അതിനൊരു അന്തസ്സുണ്ടായിരുന്നു. മക്കള് കഷ്ടപ്പെട്ട് അയക്കണ പണം ഇവിടെ തീർക്കാൻ ഏത് അന്തം കെട്ടോനും കഴിയും. പൊന്മുട്ടയിടുന്ന താറാവിനെ അറുക്കലല്ല ബുദ്ധി കുട്ടിയാലേ, അതിനെ പോറ്റലാ ബുദ്ധി. അത് വൈകാതെ എനിക്ക് മനസ്സിലാവും. സുബൈർ, എന്താ എണീക്കാത്തെ? നോക്ക്, സമയം ഒരുപാടായി. എണീക്ക്. സ്വപ്നങ്ങളെല്ലാം എരിഞ്ഞടങ്ങി, ഈ മരുഭൂമി